ഹല്ലേലൂയ. എന്റെ ദൈവമേ, അങ്ങയുടെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഊവ് 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 എന്നല്ലാതെ ഇല്ല എന്നതിനകത്തില്ല. അങ്ങയുടെ വാഗ്ദത്തങ്ങൾ ഊവ്. ദൈവിക വാഗ്ദത്തങ്ങള് സഭയുടെ മേൽ നിറവേറട്ടെ. ഞങ്ങളുടെ വസ്തുവിനെ ദൈവകരങ്ങളിൽ തരുന്നു. ഞങ്ങളുടെ കെട്ടിടങ്ങളെ ദൈവകരങ്ങളിൽ തരുന്നു. തിങ്ങി നിറഞ്ഞു വരുന്ന ആളുകളെ ദൈവകരങ്ങളിൽ തരുന്നു. കൃപാവരങ്ങളുടെ ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ തരുന്നു. തിളങ്ങുന്ന ഭക്തന്മാരെ ദൈവകരങ്ങളിൽ തരുന്നു. ശക്തന്മാരായ ശുശ്രൂഷകരെ ദൈവകരങ്ങളിൽ തരുന്നു. ഓരോ എഴുന്നേറ്റ് വരട്ടെ, കൂട്ടം കൂട്ടമായി ജനം അകത്തു വന്ന് വിടുതൽ പ്രാപിച്ച് ദേശം മുഴുവൻ യേശുവിന്റെ വചനം കൊണ്ട് നിറയ്ക്കട്ടെ. ശുശ്രൂഷകന്മാർ ഈ പട്ടണം പിടിക്കട്ടെ. ഒരു ദൈവകൃപ ഇവിടെ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ജനത്തോട് തുടർന്ന് സാന്നിധ്യം കാണണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദയവായി എല്ലാവരും ഇരുന്നാലും. ഞാൻ ഇന്നലെ ഒരു ദിവസം കേരളത്തിലായിരുന്നു. ഇവിടെ ഇട്ടേച്ച് പോകുന്നതിനകത്ത് അല്ലെങ്കിൽ ഇവിടുന്ന് മാറി നിൽക്കുന്നതിനകത്ത് എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവിടെ ചെന്നത് അതുപോലെ തന്നെ ദൈവകൃപയാൽ അനുഗ്രഹമായിരുന്നു. പല വർഷങ്ങൾക്ക് പുറകിൽ കേരളത്തിൽ ശക്തമായ ഒരു ഉണർവ് പെന്തക്കോസ്ത് മണ്ഡലത്തിൽ കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം നമ്മളെ തന്നെ ഉപയോഗിച്ചത്. ആ ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് പോയ സമയങ്ങളുണ്ട്, കൂട്ടമായിട്ട് പോയ സമയങ്ങളുണ്ട്, പലരും ഒന്നിച്ചു ചേർന്ന് പോയ സമയങ്ങളുണ്ട്. അതിശക്തമായ ഒരു ഉണർവ് കേരളത്തിൽ വ്യാപരിച്ചു. ഒരളവിൽ അതിൻ്റെ പ്രൊഡക്റ്റായിരുന്നു ന്യൂ ജനറേഷണൽ ചർച്ചസ് എന്ന പേരിൽ ഒരുപാട് ചർച്ചസ് മുളച്ചു. ന്യൂ ജനറേഷൻ ചർച്ചസിൻ്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഒരു രംഗത്തിലെത്തി. അതുകൊണ്ട് ന്യൂ ജനറേഷൻ ചർച്ച് ആളുകൾക്കൊരു തലവേദനയായി മാറി. നല്ല കാറ് വാങ്ങിക്കുക, നല്ല കെട്ടിടത്തിൽ പാർക്കുക, ജഡീക ഇച്ഛകൾക്ക് കീഴടങ്ങുക എന്നിങ്ങനെ പിശാച് ഒരു വല്ലാത്ത തലത്തിലേക്ക് അവരെ മാറ്റി. അതിനെ തുടർന്നാണ് കേരളത്തിൽ പീഡകൾ പെന്തക്കോസ്തുകാർക്കുണ്ടായത്. അക്രൈസ്തവരായ ആളുകളുടെ ഇടയിൽ നിന്നും പീഡകൾ ഉണ്ടായി. ആ പീഡകളിൽ തിരിച്ച് പ്രാർത്ഥിക്കുവാൻ അവർ തയ്യാറായതോടെയാണ് തിരിച്ചൊന്ന് ഒരുമിച്ച് എല്ലാവരും കൂടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കണം എന്നൊരാശയം വന്നത്. ജനത്തെ പിശാചി ചെതറിച്ചതോടുകൂടെ പരസ്പര ബന്ധങ്ങൾ നഷ്ടമായി. ആരും ആർക്കും കീഴടങ്ങത്തില്ല. വേറൊരാൾ പറഞ്ഞാൽ ആരും കേൾക്കുകയില്ല. എല്ലാവരും പിശാചിന് ഡയറക്റ്റ് റെസ്പോൺസിബിളാണ്. അങ്ങനെ അങ്ങ് മാറി. ഒരു വശത്ത് ഹല്ലേലൂയയും സ്തോത്രവും കുറച്ച് കൃപാവരങ്ങളും ഉണ്ടെങ്കിലും മറുവശത്ത് അത് ദൈവികമെന്ന് പറയാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ താണു. പക്ഷെ അതോടുകൂടെ വെളിയിൽ നിന്നുള്ളവരുടെ പീഡകൾ വർദ്ധിച്ചതിനെ തുടർന്ന് കേരളത്തിലെ ഇതുപോലെ ഒറ്റപ്പെട്ട് നിന്നിരുന്ന ആളുകൾ ഒന്ന് ഒരുമിച്ച് കൂടണമെന്ന് തോന്നുകയും എവിടെയെങ്കിലും ദൈവസന്നിധിയിൽ ഒന്ന് മടങ്ങി വരണമെന്ന് തോന്നുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മീറ്റിങ്ങുകൾ അവർ ആരംഭിച്ചത്. അതിനകത്ത് ഇപ്രാവശ്യത്തെ മീറ്റിങ്ങിൽ തികച്ചും ആത്മീയമായിട്ടൊരു മടങ്ങിവരവിന് വേണ്ടി താല്പര്യപ്പെട്ടു. അവരെന്നെ വിളിച്ചായിരുന്നു. എന്നെ അവർ വിളിക്കുന്നതിന് തൊട്ടു മുമ്പേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു വേറൊരു ദൈവദാസൻ എന്നെ വിളിച്ചത്. ഞാനിവിടെ അന്ന് പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആരോ ഒരാൾ എന്നെ വിളിച്ചു, കേരളത്തിൽ നിന്ന് വിളിച്ച് എന്നോട് സംസാരിച്ച്. ഞാൻ ഇതൊന്നും എഴുതി വെച്ചില്ല, എൻ്റെ കയ്യിലുണ്ട്. അപ്പം അതിനകത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, യെരുശലേമിലെ സഭയെ ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളവും സുവിശേഷം എത്തിക്കണം എന്ന ആ അരുളപ്പാടോടുകൂടെയാണ് സഭയെ വേർതിരിച്ചത്. പക്ഷേ യെരുശലേമിലെ സഭ അത് ചെയ്തില്ല. കാര്യം യഹൂദ പാരമ്പര്യത്തിൽ മാത്രം അവർ നിന്നു. അങ്ങനെ വന്നതോടുകൂടി ദൈവം യെരുശലേമിൽ നിന്ന് മാറി സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയച്ചു. അവിടേക്ക് യെരുശലേമിൽ നിന്ന് തിരഞ്ഞെടുത്ത യഹൂദന്മാരെ തന്നെ കൊണ്ടുവന്നു. അവിടെ വെച്ച് യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത പൗലൂസിനെ വേർതിരിച്ചു. ആ പൗലൂസിനെ യഹൂദൻ നഷ്ടപ്പെടുത്തിയ, യഹൂദയിലെ സഭ നഷ്ടപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലേക്ക് പറഞ്ഞു വിട്ടതുപോലെ കേരളത്തിൽ പകരപ്പെട്ട ആത്മശക്തിയുടെ മുമ്പിൽ ദൈവിക മാൻഡേറ്റ് നഷ്ടമാക്കിയ ഒരു തലമുറയുടെ നടുവിലേക്ക് അതേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെ തന്നെ ദൈവം ഒന്നുകൂടെ തിരിച്ചു കൊണ്ടുവരികയാണ്.
അതാണ് ദൈവിക മാൻഡേറ്റ് എന്നിത്യാദികളാ അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. അതിനൊരവസരം ഉണ്ടാകും, പോകണം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്തോ ഞാൻ ആ സമയത്ത് തികഞ്ഞും വ്യത്യസ്തമായ ഒരു ആത്മീയ അന്തരീക്ഷത്തിലായിരുന്നു. അതിനെ തുടർന്നാണ് ഈ മീറ്റിങ്ങിന് പോകാൻ വേണ്ടി വിളിച്ചത്. ഞാൻ പോയ ശേഷം എനിക്ക് കിടക്കാനും ഉറങ്ങാനും ഒന്നും കാര്യമായിട്ട് സാധിച്ചില്ല. കാര്യം ഇവിടുന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് വരെ എത്തി. ട്രിവാൻഡ്രത്ത് താമസിക്കാനുള്ള സ്ഥലത്ത് കയറിയപ്പോൾ തന്നെ 12:30 മണി കഴിഞ്ഞ് 1 മണിയോടുകൂടെ ഞാൻ കിടന്നു. പിന്നെ ടെലിഫോൺ കോളായി. എനിക്ക് തോന്നി ആ രാത്രി ഞാൻ ഒരു 2 മണിക്കൂർ കൂടുതൽ ഉറങ്ങിയില്ല കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ രാത്രിയിൽ. അത് കഴിഞ്ഞ് നേരെ ചരൽക്കുന്ന് വരികയും മീറ്റിങ്ങുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പല സെക്ഷനുകൾ അവിടെ എടുക്കാനിടയാകുകയും ചെയ്തു. ചരൽക്കുന്നിലെ മീറ്റിങ്ങിൽ എല്ലാവർക്കും ഓരോ സബ്ജക്റ്റൊക്കെ കൊടുത്ത് ആ സബ്ജക്റ്റ് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു. 1/2 മണിക്കൂർ വീതമായിരുന്നു ഒരു സ്ലോട്ട്. എനിക്ക് ഏതാണ്ട് 3-4 മണിക്കൂർ ഉണ്ടായിരുന്നു. എന്നോട് സബ്ജക്റ്റ് ഒന്നുമില്ല, ദൈവാത്മാവ് നയിക്കുന്ന പോലെ എടുക്കാൻ ആവശ്യപ്പെട്ടു. എനിക്ക് തോന്നിയത് പ്രയോജനമായിരുന്നു. ഞാനിനി തിരിച്ചു വന്ന ശേഷവും ഇന്നലെ കഴിഞ്ഞ രാത്രിയിലും അതുപോലെ തന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് കിടക്കുമ്പോൾ ഏതാണ്ട് 1 മണി കഴിഞ്ഞു. 4 മണിക്ക് എഴുന്നേറ്റു. എന്നെങ്കിലേ രാവിലെ വരാൻ ഒക്കുള്ളായിരുന്നു. അതുകൊണ്ട് 4 മണിക്ക് എഴുന്നേറ്റു. ശരീരത്തിന് നന്നായി ക്ഷീണമുണ്ട്. ഞാൻ അവിടെ ഉപവാസം അല്ലായിരുന്നു, ഉപവാസം ബ്രേക്ക് ചെയ്തിരുന്നു. ഇതൊക്കെയാണെങ്കിലും പല സഹോദരന്മാരെന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു, കേരളത്തിൻ്റെ മുഖച്ഛായ മാറും എന്ന് ഞങ്ങൾ കരുതുന്നു. കാര്യം ആ വ്യാപരിച്ച ആത്മവ്യാപാരം അത്രയും ഉണ്ടായിരുന്നു. ന്യൂ ജനറേഷൻ പാസ്റ്റേഴ്സായിട്ട് ഒരു 150ഓളം സഭകളുടെ പാസ്റ്റേഴ്സ് ദൈവത്തിൻ്റെ കൃപയാൽ പങ്കെടുത്തു. പൊതുവെ എല്ലാവർക്കും ഒരു പുതിയ തീരുമാനത്തിലേക്കും പ്രതിഷ്ഠയിലേക്കും വരത്തക്കവണ്ണം ഒരവസരത്തെ ദൈവം മാറ്റി. നമ്മുടെ ഇവിടെ നടക്കുന്ന ഉപവാസത്തിൻ്റെ ഭാഗമായി ദൈവം പലയിടങ്ങളിലെ സുവിശേഷീകരണത്തിന് വേണ്ടി, ആത്മപ്രസരത്തിന് വേണ്ടി നമ്മെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി ഞാൻ അതും കൂടെ കാണുന്നു. കർത്താവത്രയും ചെയ്തതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയും ഒരു ആത്മീയ അന്തരീക്ഷം തുറന്ന് നമുക്ക് ആ ആത്മീയ അന്തരീക്ഷത്തിൽ ദൈവത്തെ ആരാധിക്കാൻ കർത്താവ് കൃപ തന്നു. അതുകൊണ്ട് കർത്താവിനെ വാഴ്ത്തുന്നു. നമ്മൾ പതിവായി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മൾ ഇന്നും ചെയ്യും. എന്നാൽ ചില പ്രത്യേക വിഷയങ്ങൾ തൊട്ട ശേഷം കൂടുതൽ സമയം ആരാധിക്കാൻ എടുക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാനിവിടെ നിന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്ന അത്രയും സമയം ഒരു വലിയ ശുശ്രൂഷ അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആരാധനയുടെ ഒരു അന്തരീക്ഷം തുറന്ന് കഴിഞ്ഞു. ഞാൻ റോയിയോട് പറഞ്ഞു, ബ്രദർ റോയ്, ഇത് ഞാൻ അധികം താമസിക്കാതെ ഞാൻ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞാൽ തുടർന്ന് റോയ് തന്നെ കൺട്രോൾ ചെയ്യാൻ നോക്ക്, കാര്യം എടുക്കാൻ നോക്ക്. ഒരു ആത്മീയ അന്തരീക്ഷം തുറന്നു കിട്ടിയത് കളയരുത്. പെന്തക്കോസ്തിൻ്റെ ആരാധന അങ്ങനെ തന്നെ വരണം. നമ്മുടെ പാട്ടുകൾ പലതും ഇന്ന് പെന്തക്കോസ് ശൈലിക്ക് താഴെയാണ്, കുറച്ചുകൂടെ ഇഴഞ്ഞ ട്യൂണിലാണ് നമ്മളിത് പൊതുവെ മാറിയത്. ഒരു പെന്തക്കോസ്തിൻ്റെ ആരാധനയിലേക്ക് മടങ്ങി വരാൻ ഇത് നല്ലതാണ്, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഇത് രണ്ടും രണ്ടാണ്. പെന്തക്കോസ്തിൻ്റെ ആരാധന ശൈലിയിൽ നമ്മൾ മടങ്ങി വരത്തക്കവണ്ണം ദൈവത്തെ ആരാധിക്കുന്ന ഒന്ന് ദൈവം നമ്മുടെ നടുവിൽ ചെയ്യട്ടെ. ഇന്ന് പൈശാചികമായ ചില പ്രവർത്തനങ്ങളെ എടുത്തു മുൻപിൽ കാണിച്ച ശേഷം അങ്ങനെയുള്ള ചില ശക്തികളെ ശാസിക്കുക എന്നൊരാശയം എൻ്റെ അകത്തുണ്ട്. ഈ പ്രാവശ്യത്തെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ വെളിയിൽ നിന്ന് ഗസ്റ്റ് അധികം കാണത്തില്ല, നമ്മൾ തന്നെയായിരിക്കും എടുക്കുന്നതെന്നൊരു ചിന്തയായിരുന്നു. ഇപ്പോൾ സംഗതികളെല്ലാം തിരിഞ്ഞു. എനിക്ക് തന്നെ നമുക്ക് കുറച്ച് സമയമേ കിട്ടുന്നുള്ളൂ. ഗസ്റ്റ് ഉണ്ട്, എല്ലാത്തിനായും ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്നേരം മുതലുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യമായിരുന്നു പൈശാചിക ശക്തികളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഓരോന്നിനെ ബന്ധിക്കണം, ശാസിക്കണം. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയണം. അതിനനുസരിച്ച് യോഗ്യമായ ചില പഠന ഭാഗങ്ങളും ദൈവത്തിൻ്റെ കൃപയാൽ കിട്ടി. ഞാൻ ഇന്ന് ചില വാക്യങ്ങളൊന്ന് വായിക്കാൻ പോവുകയാണ്. പൈശാചിക ശക്തി ദൈവസഭയെ നശിപ്പിക്കേണ്ടതിന് ദേശത്ത് ഇടപെടുന്ന ചില ഏരിയകൾ തൊടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 28-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ദയവായി വായിച്ചാലും. 1 ശമൂവേൽ 28:7. അപ്പോൾ ശൗൽ തന്റെ ഭൃത്യന്മാരോട്, എനിക്കൊരു വെളിച്ചപ്പാടത്തെ അന്വേഷിപ്പീൻ, ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അവന്റെ ഭൃത്യന്മാർ അവനോട്, ഏൻദോരിൽ ഒരു വെളിച്ചപ്പാടത്തി ഉണ്ട് എന്ന് പറഞ്ഞു. മതി. വെളിച്ചപ്പാടന്മാര് അല്ലെങ്കിൽ വെളിച്ചപ്പാടത്തിമാര് ദുരാത്മാവിന്റെ ശക്തിയിൽ പ്രവചനങ്ങൾ പറയുന്ന, ഭാവി കാര്യങ്ങൾ പറയുന്ന ആളുകൾ. കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇസ്രായേൽ ജനം ചെന്നു ചേരുന്ന ഇടത്ത് ഇങ്ങനെയുള്ള സകലരെയും മനഃപൂർവ്വം പുറത്താക്കണം. അതും ഇടയിൽ ഇരുന്നോട്ടെ, നമ്മുടെ ദൈവവും ഇടയിൽ ഇരിക്കട്ടെ, നമുക്ക് നമ്മുടെ ദൈവത്തെ സേവിച്ചാൽ മതി, മറ്റേതും കൂടെ ഇടയ്ക്കിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. നിങ്ങൾ അതിൽ നിന്ന് വേർപെട്ടിരിക്കണം. നിങ്ങളതിൽ നിന്ന് വേർപെട്ട് മാറി നിന്നില്ലെങ്കിൽ നിങ്ങളെ തിരികെ ആക്രമിക്കുവാൻ ശക്തികൾക്ക് കഴിയും. വേർപാടിൻ്റെ ഗൗരവം അതാ. ഞാൻ ഈ ദിവസങ്ങളിൽ കൂട്ടായ്മയും വേർപാടും എന്ന പേരിൽ ഒരു ആശയത്തെക്കുറിച്ച് പല പ്രാവശ്യം ഇവിടെ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു, എഴുതി, പിന്നെ തെറ്റിതിരുത്തി. എനിക്ക് അതിൻ്റെ ഏറെക്കുറെ ഫൈനൽ സ്റ്റേജിലെത്തി. പ്രിൻ്റ് ചെയ്ത് വരുമ്പം എനിക്ക് നിങ്ങൾക്കും കാണാൻ കഴിയും, നമുക്കൊരളവിൽ എല്ലാവരോടും സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിലും അരുതാത്തതിനോട് കൂട്ടായ്മ കൂടാൻ പാടില്ല. ദൈവം തീരുമാനിച്ചു വെളിച്ചപ്പാടന്മാരെയും ദുരാത്മാവിൽ പ്രവർത്തിക്കുന്നവരെയും
നിന്റെ പരിധിക്കകത്ത് വെച്ചേക്കരുത്, അവരെ നശിപ്പിച്ച് കളയണം. ശൗല് ദൈവകൃപയിലായി ചൂടുപിടിച്ച സമയം അവൻ വെളിച്ചപ്പാടന്മാരെ, വെളിച്ചപ്പാടത്തികളെ നശിപ്പിച്ചു. നാട്ടിൽ മുഴുവനുമുള്ള സകല വെളിച്ചപ്പാടരെയും നശിപ്പിച്ചു ശൗല്. കാലത്തിൻ്റെ പോക്കിൽ അവനും ഒരു വീഴ്ച സംഭവിച്ചു. വീഴ്ച കളയുന്ന ആത്മാവ് ഒന്ന് മറക്കരുത്, നമ്മൾ അങ്ങോട്ട് വരും. തനിക്ക് വീഴ്ച സംഭവിച്ചപ്പോൾ ഇനി ദൈവം തനിക്ക് മറുപടി തരുന്നില്ലെന്ന് കണ്ടപ്പോൾ തിരിച്ച് വെളിച്ചപ്പാടത്തിയുടെ അടുക്കൽ പോകണം എന്ന് ശൗലിന് തോന്നി. ശൗൽ തൻ്റെ കൂട്ടരോട് പറഞ്ഞു, എവിടെയെങ്കിലും വെളിച്ചപ്പാടന്മാരുണ്ടെങ്കിൽ ഒന്നിനെ വേണം. ശൗലിനോട് തൊട്ടടുത്ത് നിന്നവർ പറഞ്ഞു, ഇന്നിടത്തുണ്ട് വെളിച്ചപ്പാടത്തി. അപ്പൊ ശൗല് നേരത്തെ നടന്ന് വെളിച്ചപ്പാടന്മാരെ നശിപ്പിക്കുമ്പോൾ തൻ്റെ കൂടെ നിന്ന പുള്ളികൾക്ക് വെളിച്ചപ്പാടുകാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. മുൻപിൽ ഒരുത്തൻ എഴുന്നേറ്റ് നിന്നു, അവൻ പലതിനെ ശാസിച്ചു, നശിപ്പിച്ചു. പക്ഷേ തൻ്റെ കൂടെയുള്ളവർ സഹകരിച്ചില്ല, അവർക്ക് ഈ വെളിച്ചപ്പാടുകാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഒരു വശത്ത് ആഹാബ് രാജാവ്, ഇസബേൽ രാജ്ഞി, ഇവർ രണ്ടുപേരും ചേർന്ന് യഹോവയുടെ പ്രവാചകന്മാരെ മുഴുവനും കൊന്നൊടുക്കുമ്പോൾ രാജകൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കൂട്ടര് യഹോവയുടെ പ്രവാചകന്മാരെ 50 വീതം ഗുഹകളിൽ ഒളിപ്പിച്ച് ആഹാരം കൊടുക്കുന്ന പുള്ളികൾ രാജകൊട്ടാരത്തിലുണ്ടായിരുന്നു. ഒരു വശത്ത് ദൈവത്തിന് എതിരെ നിൽക്കുന്ന രാജാവിൻ്റെ കൂടെ ദൈവത്തിന് അനുകൂലം നിൽക്കുന്ന ഒരുത്തനുണ്ട്. ഇവിടെ ദൈവത്തിന് അനുകൂലമായി നിന്ന് രാജാവ് വെളിച്ചപ്പാടത്തികളെ ഇല്ലായ്മ ചെയ്യുന്ന സമയത്ത് വെളിച്ചപ്പാടോട് കൂട്ടുപിടിക്കുന്ന ചിലർ ശൗലിൻ്റെ അരമനയ്ക്കകത്തുണ്ട്. ശൗലിൻ്റെ പിന്മാറ്റ സമയത്ത് ശൗൽ സ്വന്തം അരമനയിൽ വിളിച്ചു പറഞ്ഞു, എനിക്കൊരു വെളിച്ചപ്പാടത്തിയെ വേണം. ആളുകൾ പറഞ്ഞു, ഇന്നിടത്തുണ്ട് വെളിച്ചപ്പാടത്തി, നീ നശിപ്പിച്ചിട്ട് എങ്ങും നശിക്കാതെ അവിടെ കിടപ്പുണ്ട്. കാര്യം ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തു. ദൈവസഭയുടെ അകത്ത് നിൽക്കുകയും ശത്രുവിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്പിരിറ്റുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തു പറയുന്നത്. ദൈവസഭയുടെ അകത്ത് നിൽക്കുകയും ശത്രുവിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്പിരിറ്റുണ്ട്. ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്നതിൻ്റെ? ചില ശക്തികളെ ഐഡന്റിഫൈ ചെയ്ത് ഈ പ്രാവശ്യം ശാസിച്ചേ മതിയാകും. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ ചിലതിനെ ഐഡന്റിഫൈ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ, ശാസിക്കുവാൻ പരിശുദ്ധാത്മാവ് ആരംഭം മുതൽ ഒരു നടത്തിപ്പ് തന്നു. കുറച്ച് ദിവസങ്ങളെ നമ്മളിവിടെ ഉള്ളെങ്കിലും ഇത് ചെയ്യാൻ പോവാം. ഇന്ന് രാവിലെ ഞാൻ വന്ന ശേഷം എനിക്ക് റിയലി ആരോഗ്യമില്ലായിരുന്നു. അതുകൊണ്ട് ചെന്നമ്മയോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് മീറ്റിങ്ങിന് പോയില്ലെന്നവരെ വിചാരിക്കുന്നു, എനിക്ക് വയ്യ, ഒന്ന് കുറച്ചു നേരം കിടക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചു നേരം എടുന്ന് ആരാധിക്കാതെ അങ്ങനെ കിടന്നാൽ അത് ശരിയാകില്ല, ഷാജു മുതലെടുക്കും, അതുകൊണ്ട് വേണ്ട. ഇവിടെ വന്ന സാഹചര്യത്തിൽ ഇന്ന് വേറെ ആരോടും പറഞ്ഞിട്ടുമില്ല, അതുകൊണ്ട് ഇതിനു വേണ്ടി ഞാൻ ഈ സമയം എടുക്കുക, അധികം നേരം പോകത്തില്ല. ഞാൻ 2 ആശയങ്ങൾ പറഞ്ഞു. ഒന്ന്, യഹോവയ്ക്ക് അനുകൂലമുള്ളവരെ മുഴുവനും കൊന്നുകൊണ്ട്, യഹോവയുടെ പ്രവാചകന്മാരെ കൊന്നുകൊണ്ട് രാജാവും രാജ്ഞിയും ദേശത്ത് പിശാചിന് വേണ്ടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അശേരയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ, ബാലിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഒരുത്തനെ ദൈവം കൊട്ടാരത്തിലാക്കി. ദൈവം നിങ്ങളിൽ ചിലരെ വ്യത്യസ്ത മണ്ഡലങ്ങളിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരു ദിവസം അവിടെ പ്രയോജനപ്പെടും. ഞാൻ ആ ഭാഗത്ത് വരാം. മറുവശത്ത് ഇവിടെ ശൗൽ ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തിയോടെ നിൽക്കുന്ന സമയം ദൈവിക കൽപ്പനയ്ക്കൊത്തവണ്ണം വെളിച്ചപ്പാടന്മാരെ ഇല്ലാതെയാക്കുമ്പോൾ തൻ്റെ അരമനയ്ക്കകത്ത് വെളിച്ചപ്പാടുകളുമായി ബന്ധം സൂക്ഷിക്കുന്നവരുണ്ട്. ഈ വെളിച്ചപ്പാടത്തി അവിടെ ഉണ്ടെന്നുള്ള വിവരം അവർ നേരത്തെ ശൗലിന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഈ വെളിച്ചപ്പാടത്തിയെ കൊന്നനെ. ഇപ്പൊ ശൗൽ പിന്മാറ്റത്തിലായി വെളിച്ചപ്പാടത്തുകളെ അന്വേഷിക്കാൻ ഇറങ്ങിയപ്പോൾ സ്വന്തം കൂടെ നിന്നവർ പറഞ്ഞു, ഇന്നിടത്തുണ്ട്, വിളിച്ചാൽ കിട്ടും. പിന്മാറ്റത്തിൽ അവൻ പോകാനുള്ള ഒരു കാരണം അരുതാത്തവരെ അരമനയിൽ സൂക്ഷിച്ചതാണ്. പലപ്പോഴും നമ്മുടെ വീഴ്ചയ്ക്ക് കാരണമായി വരുന്നത് അയോഗ്യമായത് നമ്മോടുകൂടെ കാണുക. നമുക്ക് ദൈവസന്നിധിയിൽ ക്ലെൻസിങ്ങിന് വേണ്ടി ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാൻ, കർത്താവേ, അയോഗ്യമായത് എൻ്റെ കൂടെ നിൽക്കത്തില്ല, അയോഗ്യമായതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറും. എനിക്ക് ഭൂമിയിൽ വേറെ ഒന്നും വിഷയമല്ല, ദൈവത്തെ സേവിക്കുവാൻ എൻ്റെ ജീവിതം അങ്ങ് വിട്ടതാ. ഞാൻ വേർപെട്ട് ദൈവത്തെ ആരാധിക്കും. അയോഗ്യമായതുമായി ബന്ധമില്ലാതെ ഒരു തീരുമാനം നമുക്കെടുക്കാം. നമ്പർ 1, ആ തീരുമാനത്തോട് ചേർന്ന് നമുക്ക് ശത്രുവിൻ്റെ ശക്തിയെ ശാസിക്കണം. കർത്താവേ, വെളിച്ചപ്പാടിൻ്റെ ശക്തിയുമായി ദേശത്ത് ഒന്നും ഉണ്ടാകാതെ ദൈവസഭയുടെ മുമ്പിൽ അത് കീഴടങ്ങേണ്ടതിന് വെളിച്ചപ്പാടിൻ്റെ ആലോചനയെ ഞങ്ങൾ ശാസിക്കുന്നുവെന്ന് പറയുവാൻ പ്രശ്നം വെക്കുക, ശകുനം നോക്കുക, നാളെയെക്കുറിച്ച് ചിന്തിക്കുക, മഷിയിട്ട് നോക്കുക. അനുഗ്രഹവും ശാപവും എന്ന വിഷയം എടുക്കുമ്പോൾ ഞാൻ ഇതൊക്കെ എടുക്കാറുണ്ട്. നാളെ നോക്കുക, ഹോറോസ്കോപ്പ് നോക്കുക എന്നിങ്ങനെ വെളിച്ചപ്പാടിൻ്റെ അംശമായ ശക്തികൾ പോലും നമ്മോടുകൂടെ വരാതെ നമുക്കതിനെ ഗൗരവമായി ശാസിച്ചേ മതിയാകും. നമ്മളതിനെ ഗൗരവമായി ശാസിച്ചേ മതിയാകും. ഈ
പിന്മാറ്റം, വേർപാട് എന്നിത്യാദി വിഷയങ്ങൾ എടുക്കുമ്പോൾ ഞാൻ ഇൻ്റർനെറ്റിന് മുമ്പിലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ദിവസം ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നമേ ഒരു വ്യക്തി എൻ്റെ അടുക്കൽ ഒന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ഇന്നാരാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയം തോന്നി. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്കൽ നിന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ആരാധനാ സ്വാതന്ത്ര്യമില്ല. കഴിഞ്ഞ 2 വർഷമായി ഞാൻ ഒരു ആരാധനയിൽ പങ്കെടുത്തിട്ടില്ല. ഭർത്താവ് എന്നെ അനുവദിക്കത്തില്ല. ഇനി ജീവിതത്തിൽ ഒരിക്കലും ആരാധനയ്ക്ക് അവൻ അനുവാദം ചോദിക്കത്തില്ല. ഒറ്റ പ്രാവശ്യം മാത്രം അനുവദിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ ഒരു ആരാധനയ്ക്ക് വിട്ടതാണ്. എൻ്റെ ലാസ്റ്റ് അനുവാദമാണ്. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയപ്പോൾ ചോദിച്ചു, ഞാൻ ആളാരാന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ സഹപ്രവർത്തകനായിരുന്ന ഒരു പാസ്റ്ററുടെ ഭാര്യ. ഈ ചർച്ചിലേതല്ല, ഈ പട്ടണത്തിൽ. ഇന്ന് പിന്മാറ്റത്തിലാ. കൈയടിച്ചതാ, തുള്ളിയതാ, ചാടിയതാ, പ്രവചിച്ചതാ. ഇന്ന് പിന്മാറ്റത്തിലാ. ചില വിശ്വാസ വിഷയങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തി. നമ്മളെക്കാൾ താഴെയും പക്ഷെ ദൈവത്തെ സേവിക്കുന്നവരുണ്ട്. അവർക്ക് ലീഡർഷിപ്പ് വേണ്ടേ? അവരുടെ ലീഡറായി, പിന്നെ അതിനേക്കാൾ താഴെ എൻ്റെ ലീഡറായി, പിന്നെ അതിനേക്കാൾ താഴെ എൻ്റെ ലീഡറായി. 2 വർഷം കൊണ്ട് ആരാധനയ്ക്ക് പോകുവാൻ ഭാര്യയ്ക്ക് അനുമതിയില്ല. ഈ പട്ടണത്തിൽ ഭയങ്കര പോസ്റ്റർ അടിച്ച്, ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഭയങ്കര പോസ്റ്റർ അടിച്ച് ഇന്ന് ഇന്ത്യയിലെ പ്രധാന ശുശ്രൂഷകന്മാരെ ഒരുമിച്ച് വിളിച്ച് ഇവിടെ കൺവെൻഷൻ നടത്തിയ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും പ്രസംഗിച്ചതാ. മിനിഞ്ഞാന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന്, ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരാധനയ്ക്ക് പോകാൻ ഞാൻ അനുവാദം ചോദിക്കത്തില്ല, ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം ലാസ്റ്റ് എന്നെ വിടണം എന്ന് പറഞ്ഞതിന് ഇന്നലെ വിട്ടതാ. ശൗൽ എവിടെയായിരുന്നു, എവിടം വരെ എത്തി? ഈ മനുഷ്യൻ ഈ സ്ഥിതിയിൽ നിന്ന് എങ്ങനെ താഴെ വരെ വീണു? അരുതാത്തത് ഏതോ ചിലതുമായി ബന്ധം വെച്ചിരുന്നു. നമ്മളെക്കാൾ, നമ്മുടെ അത്രയും വിശ്വാസമില്ലാത്ത, നമ്മുടെ അത്രയും വേർപാടില്ലാത്ത അവർക്കും ലീഡർഷിപ്പ് വേണ്ടേ? അപ്പൊ അവർക്ക് ലീഡർഷിപ്പ് കൊടുക്കാൻ ഞാൻ പോകാം. നേടാൻ പോയതാ. ഒരു കോലത്തും പൊങ്ങി വരാതെ പൈശാചിക കയത്തിന്റെ ആഴത്തിൽ വരെ വീണുപോയി. ശൗൽ, നീ ആരായിരുന്നു? അർഹിക്കാത്ത സ്ഥാനത്ത്, കാണാതെ പോയ കഴുതകളെ തപ്പി നടന്ന ഇടത്ത് നീ വരുന്നുവെന്ന് പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ട് യാഗത്തിന്റെ പ്രധാന ഭാഗം നിനക്ക് തരേണ്ടതിന്, പ്രവാചകന്റെ കൂടെ പന്തിക്കിരുത്തേണ്ടതിന് ദൈവം നിന്നെ വേർതിരിച്ച് ഇസ്രായേലിന്റെ ആശ നിന്നെക്കുറിച്ചാണെന്ന് പറഞ്ഞ് രാജാവാക്കപ്പെട്ട ശൗലേ, ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തു പറയുന്നത്. നിന്നെ താഴോട്ട് വിളിച്ചത് എന്തുവാ? കൊട്ടാരത്തിനകത്ത് താൻ വെളിച്ചപ്പാടത്തുകളെ മുഴുവനും നശിപ്പിക്കുന്ന ആ രൂക്ഷതയുള്ള കാലം, വെളിച്ചപ്പാടവരോട് ഹൃദയത്തിന്റെ അകത്തെവിടെയോ സ്നേഹം പുലർത്തിയ ചിലത് കൊട്ടാരത്തിന്റെ അകത്തിരുന്നു. ഒടുവിൽ അവൻ അവിടം വരെ താണു. പിശാചിന് ഒരു ചെറിയ സ്പോട്ട് കൊടുക്കരുത്, നമുക്കവനെ ശാസിക്കാം. 2-3 കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്താ കൊണ്ടുപോകുന്നത്. ശാസിച്ച് തുടങ്ങാൻ നേരമായില്ല. എനിക്ക് ഭയവും ഉണ്ട് അതിനകത്ത്. ഒരു ഏരിയ അതാ, ശാസിച്ച് തുടങ്ങാൻ നേരമായില്ല. 1, വേർപാടിന്റെ പൂർണ്ണത സൂക്ഷിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മൾ സാധാരണക്കാരല്ല, വേർപാടിന്റെ പൂർണ്ണത സൂക്ഷിക്കാം. 2, ദുരാത്മാക്കൾ, അശുദ്ധാത്മാക്കൾ, വെളിച്ചപ്പാടിന്റെ ശക്തി ദേശത്ത് നിർമൂലമാകുവാൻ നമുക്കതിനെ ദൈവകരങ്ങളിൽ കൊടുക്കാം. നമ്മളതിന് എന്തു വേണം? നമ്മുടെ മേലൊരു ആത്മശക്തി വ്യാപരിക്കുന്നെങ്കിൽ നാം നടക്കുന്ന മണ്ഡലത്തിൽ പിശാച് അടുക്കത്തില്ല. ഏലിയാവിന്റെ വെല്ലുവിളി നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം. മഴ തരുന്നത് ബാലാണെന്നിരിക്കട്ടെ, തീ ഇറക്കുന്നത് ബാലാണെന്നിരിക്കട്ടെ, നിങ്ങളൊരു കാളക്കിടാവിനെ തെരഞ്ഞെടുത്ത് നിങ്ങൾ ബാലിന് യാഗം കഴിക്ക്. പക്ഷെ ഞാനിവിടെ യാഗപീഠത്തിന്റെ അടുക്കൽ വരും, എൻ്റെ മുമ്പിൽ തീ ഇറക്കുന്നവനെ എനിക്കൊന്ന് കാണണം. ഇത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എൻ്റെ മുമ്പിൽ തീ ഇറക്കാവുന്ന ഒന്നുണ്ടെ കൊണ്ടുപോവാ, എനിക്കിവിടെ ഒന്ന് കാണണം. ഇതിനകത്തിരിക്കുന്നതിൽ ചിലർ ആത്മശക്തിയിൽ നിറഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് വേറെ ഒരു ശക്തി വർക്കൗട്ട് ചെയ്യത്തില്ല. നോ. കൊല്ലത്ത് ചില വർഷങ്ങൾക്ക് മുൻപ് ഗൗരവമായ ഒരു ഉണർവ് നടന്നു. ഒരൊറ്റ മീറ്റിങ്ങിൽ 110ഓളം സ്നാനങ്ങൾ നടന്നു കൊല്ലം പട്ടണത്തിൽ.
അങ്ങനെ പതിവുള്ളതല്ല. പാസ്റ്റർ തോമസ് ഊട്ടിയായിരുന്നു അത് കണ്ടക്ട് ചെയ്ത്. അദ്ദേഹം തിരിച്ചിവിടെ വന്ന് തൻ്റെ സാക്ഷ്യം പറഞ്ഞത് എനിക്ക് ആ വിവരങ്ങൾ സാക്ഷി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ കൊല്ലത്തെത്തുന്നത് വളരെ ബുദ്ധിമുട്ടിയും ക്ഷീണിച്ചുമായിരുന്നു. സാധാരണഗതിയിൽ ഒരു മീറ്റിങ്ങിന് ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ട്രെയിനിൽ നിന്ന് ആഹാരം കഴിച്ച്, ആ കാലത്ത് ഇന്നല്ല, ട്രെയിനിൽ നിന്ന് ആഹാരം കഴിച്ച് ട്രെയിനിൽ തന്നെ കുളിച്ച് ട്രെയിനിൽ തന്നെ ഡ്രസ്സ് മാറി ഞാൻ ഇറങ്ങുള്ളായിരുന്നു. അത്രയും ടൈം ചെല്ലുന്നിടത്ത് വേസ്റ്റ് ആക്കാതെ അത് ഞാൻ സേവ് ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അപ്രാവശ്യം എനിക്ക് ആഹാരം കിട്ടിയില്ല, പതിവില്ലാതെ അങ്ങ് ടയർഡാകുകയും ചെയ്തു. എനിക്കങ്ങ് എഴുന്നേക്കാൻ വയ്യാതെ. അങ്ങനെയാണ് ചെല്ലുന്നിടത്തുനിന്ന് ഒരു ആഹാരം കിട്ടിയാൽ കഴിക്കണമെന്നുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങിയാൽ ആരും അവിടെ നിപ്പില്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു. കണ്ടാ എന്നെ പിക്ക് ചെയ്യാൻ ആളുകൾ വന്ന് അവിടെ നിപ്പുണ്ടായിരുന്നതുകൊണ്ട് അതും പറ്റിയില്ല. എനിക്ക് താമസിക്കേണ്ട വീട്ടിൽ ചെന്ന ഉടനെ ആത്മവിവശത തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് ആ വീട്ടുകാർ എൻ്റെ ഉപദേശം തെറ്റാന്ന് ഒരുത്തിന് തോന്നിയാൽ പിന്നെ അവൻ തരുന്ന ആഹാരം കഴിക്കാൻ എനിക്ക് റൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് വേണ്ടെന്ന് ഞാനും വെച്ചു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെ പാപമാണ്. അതുകൊണ്ട് സാധാരണ ഞാൻ അങ്ങനെയുള്ളവരുടെ നിന്ന് വാങ്ങിക്കാറില്ല, വേണ്ടെന്ന് വെച്ചു. അന്നേരത്താണ് ഒരു മനഃശാസ്ത്രജ്ഞൻ മുന്നോട്ട് വരുന്നത്. അദ്ദേഹം 22 വർഷമായി ഹിപ്നോട്ടിസം പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യനാണ്. അയാൾ പറഞ്ഞ ഹിപ്നോട്ടിസം കൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന പണിയെല്ലാം ഞാൻ കാണിച്ചു തരാം, രോഗശാന്തി പലതും ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഒന്നാമതെ ടയർഡാ, വിശന്നിട്ട് വയ്യ, ഇയാളോട് എന്തെങ്കിലും പറയാതെ പോയാൽ അത് ശരിയാകുകയില്ല. അവസാനം ഞാൻ ഇങ്ങനെ ചോദിച്ചു, സ്നേഹിത സാറേ എന്നാ ഞാൻ വിളിച്ചേ, സാറേ ഒരു കോളേജ് പ്രൊഫസരാ, ഞാൻ എന്നോട് പലത് പറഞ്ഞു നോക്കി, സാറിൻ്റെ സബ്ജക്റ്റ് എന്നാന്ന് ചോദിച്ചു. കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആളിനെ, അതുകൊണ്ട് പറയുന്നില്ല. ഞാൻ പറഞ്ഞു ഞാനും എഞ്ചിനീയറാ, എൻ്റെ സബ്ജക്റ്റ് ഇന്നതാ. ഇയാൾ ഇതൊന്നും കൊണ്ട് അയാളുടെ ആ ആർഗ്യുമെന്റ് പോയി ഇന്ന് മാറുന്നില്ല. അവസാനം ഞാൻ ചോദിച്ചു, സാറേ ഞാൻ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, ഞാനിവിടെ നിൽക്കുമ്പോൾ ആരെയും ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്ത് കാണിക്കാമോ? ഇപ്പം കാണിക്കാം. ഞാൻ എത്ര നേരം എടുക്കും? 2 മിനിറ്റ്. ഞാൻ പറയുന്നത് ആരെയാന്ന് വെച്ചാൽ ഒന്ന് കാണിരും. എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ ഒരു 2 സെക്കൻഡ്. ഒരു 4-5 പേരെ എല്ലാവരും എനിക്കെതിരെ തർക്കിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഹിപ്നോട്ടിസത്തിൻ്റെ പിടിയുടെ അകത്ത് കിടക്കുന്ന ആളുകളും പിന്നെ ആ വീട്ടിലൊരു 3-4 പട്ടിക്കുട്ടികളുണ്ടായിരുന്നു, അതുങ്ങളും എല്ലാം കൂടി ഒരു മുറിക്കകത്തോട്ട് കയറി. ഞാൻ പറഞ്ഞു ആദ്യം ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഇത്രയും പ്രാർത്ഥിച്ച്, കർത്താവേ ഞാൻ യേശുവിൻ്റെ രക്തത്താൽ ഈ റൂമിനെ മുദ്രയിടുന്നു, ഒരൊറ്റ പിശാച് ഇതിൻ്റെ അകത്ത് കയറരുത്, തുടങ്ങിക്കോളാൻ പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞു, 4 മിനിറ്റ് കഴിഞ്ഞു, 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു സാറിൻ്റെ വാച്ച് നോക്കിയേക്കണേ, ഇത് ഓടുന്നില്ലേ? 10 മിനിറ്റ് ആയിട്ടില്ല. ഞാൻ സാറിൻ്റെ വാച്ച് നീന്നു പോയോ? എന്നോട് ഞാൻ നിൽക്കുന്നിടത്ത് കയറിയല്ലടാ. എന്നോട് പറഞ്ഞത് മുഴുവൻ സൈക്കോളജി, ഇതിനകത്ത് പിശാചില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ പിശാച, അതുകൊണ്ടാണ് ഞാൻ നിൽക്കുമ്പോൾ കയറാത്തെ. അയാൾ പറഞ്ഞു ഞാൻ പെന്തിക്കോസുകാരനാ, അന്യഭാഷ പറയുന്നതാ, സ്നാനപ്പെട്ടതാ. ഞാൻ പറഞ്ഞു അല്ല, താൻ പെന്തിക്കോസുകാരനല്ല, അന്യഭാഷ പറയുന്നില്ല, സ്നാനപ്പെട്ടതല്ല, വെള്ളത്തിൽ മുങ്ങിയേച്ച് പബ്ലിക്കിനെ കളിപ്പിക്കാൻ അനാവശ്യമായിട്ട് ഏതാണ്ട് ശബ്ദം ഉണ്ടാക്കുന്നവനാ. താൻ ക്രിസ്ത്യാനി അല്ല, ആണെ കാണീര്. നിങ്ങൾ ചിലർക്ക് വെല്ലുവിളിക്കാൻ കഴിയുമോ? ഞാൻ നിൽക്കുന്നിടത്ത് തൂക്കുകയെ കാണിരിടാൻ. നിങ്ങളിലൊരു ദൈവശക്തി ഉണ്ട്, അതൊന്ന് ഉറക്കട്ടെ. ഞാൻ ഉള്ളിടത്ത് ഒരു ശക്തിക്ക് വരാനൊക്കത്തില്ല. ഞാൻ ഈ പട്ടണത്തിലൂടെ നടന്നാൽ അതിനെ പ്രയർ വോക്ക് എന്ന് വിളിക്കുന്നത്. ഞാൻ ഈ പട്ടണത്തിലൂടെ നടന്നാൽ ഇവിടെയുള്ള ദുരാത്മാക്കൾ കീഴടങ്ങും. ഇതായിരുന്നു ഏലിയാവിന്റെ വെല്ലുവിളി. ഞാനിവിടെ നിൽക്കുമ്പോൾ ഏത് ബാലാടാ തീ ഇറക്കുന്നേ കൊണ്ടുപോവാ, ഞാൻ നിൽക്കുന്നിടത്ത് വരികയില്ല. ഇന്ന് അവർ ശക്തി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ പട്ടണത്തിലുള്ള ദുരാത്മാക്കളെ, വ്യാജ പ്രവാചകനെ ശക്തികളെ ശാസിക്കാം. ദൈവം ഒരു ജയം തരട്ടെ. ശൗൽ വേർപാട് സൂക്ഷിക്കുവാൻ മറന്നുപോയി. തന്നോട് കൂടെ കൂടിയിരുന്നവർ, തന്നോട് കൂടെ ഭക്ഷിച്ചവർ, തൻ്റെ പണം കൊണ്ട് ഉപജീവിച്ചവർ വെളിച്ചപ്പാടന്മാരെ സംരക്ഷിക്കുന്നവരായിരുന്നു. വെളിച്ചപ്പാടത്തിൽ ഇന്നറുണ്ടായിരുന്ന അവർക്കറിയാം. ഇവൻ അവസാനം അവിടം വരെ വീണു. നാം വീഴാതിരിക്കുവാൻ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഞാൻ 2ാമതൊരു ആത്മാവിനെ തൊടാൻ പോകുകയാ. ഹോശേയ പ്രവചനം 4:12. ഹോശേയ പ്രവചനം 4:12. എന്റെ ജനം തങ്ങളുടെ മരത്തോട് അരുളപ്പാട് ചോദിക്കുന്നു, അവരുടെ വടി അവരോട് ലക്ഷണം പറയുന്നു. വടിയും മരവും കൊണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പൈശാചിക ശക്തികളെ പുറത്തു കൊണ്ടുവരുന്ന മറ്റൊരു വിഭാഗം. ഞാൻ പറഞ്ഞു പട്ടണത്തിൽ വ്യാപരിക്കുന്ന ചിലതിനെ ശാസിക്കണ 21-നാകും. അതിന് ദൈവം ഒരു കൃപ തരട്ടെ. കുറച്ചുകൂടെ വാർ ഓറിയന്റഡ് ആയിരിക്കും. യുദ്ധത്തിൽ നമ്മൾ ഇറങ്ങാൻ വേണ്ടി താല്പര്യപ്പെടുക. വടിയും മരവും കൊണ്ട് കട്ടിയുള്ള കളറുള്ള
കല്ല് പതിച്ച മോതിരവുമായി നടക്കുന്ന ചിലരെ കാണാം. ക്രിസ്ത്യ വിഭാഗത്തിൽ ചില കാറ്റഗറി സർട്ടൻ ബിഷോപ്സ് അതിലൊന്നും ഇട്ടേ പറ്റൂ. ഒരുത്തനെ അവിടോട്ട് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനിത് ഇട്ടേ പറ്റൂ. ഇതില്ലെങ്കിൽ അതല്ല, പിന്നെ ആ സ്ഥാനമില്ല. വസ്തുതകൾ കൊണ്ട് പൈശാചിക ശക്തി ആവാഹിക്കുന്ന പലതുമുണ്ട്. ഓരോന്നിനും എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു ദിവസം എൻ്റെ ഒരു ബസ് എനിക്ക് മിസ്സായി. പുനലൂരിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് എനിക്ക് പുനലൂർ വരെ പോകണം. എനിക്കൊരു ബസ് കിട്ടേണ്ടതായിരുന്നു, അതങ്ങ് മിസ്സായി. അന്നേരത്ത് വേറൊരു സഹോദരൻ പറഞ്ഞു കൊണ്ടുവിട്ടേക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാറിൽ. ശരി, പക്ഷേ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരല്പം ലേറ്റാണ്. മാത്രമല്ല പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് മെയിൻ റൂട്ടിൽ കൂടെ പോകാതെ വേറൊരിടത്തൂടെ പോകണം. എനിക്ക് സമയം ആവശ്യത്തിന് അന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എന്നെ അങ്ങ് വിട്ട് കിട്ടിയാൽ മതി. അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തു. കുറേ ഇടുക്ക് വഴിയെ കൂടെ പോയി. സന്ധ്യാസമയത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് മരങ്ങളുടെ ചുവട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത് കണ്ടു ആ റൂട്ടിൽ. ഇതൊക്കെ എന്നും ഉള്ളതാണെങ്കിലും ഞാൻ പൊതുവെ ശ്രദ്ധിച്ചില്ല. അന്ന് ആ സന്ധ്യാസമയത്ത് അതുവഴി പോയതുകൊണ്ട് ശ്രദ്ധിച്ചു. ദൈവാത്മാവ് എന്നോട് എൻ്റെ അകത്തോട് ഇങ്ങനെ പറഞ്ഞു, നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. എല്ലാ മരത്തിൻ്റെ ചുവട്ടിലും വിളക്കില്ല, തെങ്ങിൻ്റെ ചുവട്ടിൽ വിളക്കില്ല, പ്ലാവിൻ്റെ മാവിൻ്റെയും ചുവട്ടിൽ വിളക്കില്ല, തുളസികളുടെ എല്ലാം ചുവട്ടിൽ വിളക്കുണ്ട്, മുളക് കൊടിയുടെ ചുവട്ടിൽ വിളക്കില്ല, ചില ചെടികളുടെ കീഴിൽ മാത്രമേ വിളക്കുള്ളൂ, എല്ലാത്തിൻ്റെയും കീഴിലില്ല. എൻ്റെ തന്നെ അകത്ത് എന്നോട് തന്നെ ഞാനൊരു ചോദിച്ചാൽ അതെന്നാ കളിയിൽ. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഏതിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചാൽ അവർക്ക് പ്രയോജനം കിട്ടുമെന്ന് നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ടാണ് വിവരമില്ലാത്തവർ കണ്ടിടത്തെല്ലാം കൊണ്ട് വിളക്ക് കത്തിക്കുകയല്ല, അവർക്ക് പ്രയോജനം ഉള്ളിടത്ത് മാത്രമേ കത്തിക്കുന്നുള്ളൂ. ചില പ്രത്യേക വസ്തുക്കൾ ശക്തിയുള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്നതാണ്. കേരളത്തിലെ പാണൽ ചെടിയും തുളസിച്ചെടിയും ആൽമരവും വരെ ചില വൃക്ഷങ്ങൾ അതിന് ശക്തിയുണ്ട് എന്നവർ കരുതുന്നു. ഉണ്ട്. എൻ്റെ ജനം മാധ്യമങ്ങൾ ഉപയോഗിച്ച് പിശാചിനെ കൊണ്ടുവരുന്നു. അതിൽ ചിലതിനെ ശാസിക്കുവാൻ ഇന്ന് ദൈവസഭ തയ്യാറാകുമോ? ഒന്ന്, ഒരു ദുരാത്മാവ് നേരെ വെളിച്ചപ്പാടിൻ്റെ ആലോചന പറയുന്നത്. ഇന്ന് അതിനെ ഒന്ന് ശാസിക്കാൻ പോകുകയാണ്. 2, മാധ്യമങ്ങളിലൂടെ ഇത് കൊണ്ടുവരുന്നത്. ഇന്ന് അതിനെ ഒന്ന് ശാസിക്കാൻ പോവുക. ഒരു കാലത്ത് സ്റ്റൗവിനോട് പറഞ്ഞാൽ സ്റ്റൗ സംസാരിക്കുമായിരുന്നു. ഇതിനിടയ്ക്ക് ആർക്കെങ്കിലും ചോദിക്കുന്നത് ശരിയോ തെറ്റോ എനിക്കറിയാൻ വയ്യ. ഇന്റർനെറ്റിനകത്തൂടെ ആഭിചാരകർമ്മങ്ങളിൽ ഇടപെടുന്നവരുണ്ടെന്ന് പറയുന്നു. അങ്ങനെ നശിക്കുന്ന ഒരു തലമുറ ഇന്നുണ്ട്. പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്റർനെറ്റിന്റെ മുമ്പിൽ മാത്രം ആഭിചാരകർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഇന്റർനെറ്റിലൂടെ മാത്രം ആഭിചാരകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തകർന്നുപോയ തലമുറയെ ഓർത്ത് നിലവിളിക്കുന്ന മാതാപിതാക്കളുണ്ട്. നമ്മൾ കണ്ടത് ലൈംഗിക ചിന്തകൾ പരത്തുന്ന, അശ്ലീല സാഹിത്യം പരത്തുന്ന ഇടത്ത് നശിച്ചതിനെ അവരെ കണ്ടുള്ളൂ. അതിനൊക്കെ അടുത്ത പടിയുണ്ട്. ഇതെന്നാന്നൊരു ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് എനിക്ക് തോന്നി. ഇതുവരെ ഒത്തിട്ടില്ല. ദാറ്റ്സ് ഇറ്റ്. മാധ്യമങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങൾ ഉപയോഗിച്ച് അന്ധകാര ശക്തികളുമായി ബന്ധപ്പെടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത്തരം മാധ്യമങ്ങളുടെ ശക്തി സഭയുടെ പരിധിക്കകത്ത് പ്രവർത്തിക്കാതെ സഭ അതിനൊരു വേലി കെട്ടാൻ തയ്യാറാകുമോ? ഞാൻ ചില ആത്മാക്കളെ അല്ലെങ്കിൽ ചില പൈശാചിക പ്രവൃത്തികളെ വേദപുസ്തകത്തിലെ റെക്കോർഡിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് താല്പര്യപ്പെടുക. ഇതിൽ നിന്ന് അല്പം കൂടെ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 18:20 എടുക്കാമോ? 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 18:20. വേറൊരു മണ്ഡലം. അത് ആദ്യത്തെ 2 ഏറെക്കുറെ ചേട്ടനും അനിയനുമാ. ഒരാത്മാവ് മുൻപോട്ട് വന്നു, യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു. ഒരു ദുരാത്മാവിനെ കുറിച്ച് പറയുകയാണ്. യഹോവയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുന്ന ആഹാബിനെ നശിപ്പിക്കാനുള്ള ഒരു ദുരാത്മാവ്. ഇത് പ്രവാചകന്മാരുടെ വായിലോട്ട് പോകുന്നതാ. ഇച്ചിരി താവോട്ട് വായിച്ചോ സിസ്റ്റർ, അത്രയും മനസ്സിലായിക്കോട്ടെ. ഇച്ചിരി താവോട്ട് അങ്ങ് വായിച്ചു. എന്നാറേ ഒരാത്മാവ് മുൻപോട്ട് വന്നു, യഹോവയുടെ സന്നിധിയിൽ നിന്നു ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു. യഹോവ അവനോട് ഏതിനാൽ എന്ന് ചോദിച്ചു. അതിനെ അവൻ, ഞാൻ ചെന്ന് അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിന്റെ ആത്മാവായിരിക്കുമെന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു. ആഹാബിനെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ച സാഹചര്യത്തിൽ അതിന് ദൈവം ഒരു ദുരാത്മാവിനെ തന്നെ അനുവദിച്ചു വിടുന്ന കാണാം.
അത് നമ്മുടെ ഇടയിൽ വരത്തില്ല. കാര്യം ദൈവത്തിന്റെ പ്രവാചകന്റെ വായിലല്ല ഇത് കയറുന്നത്, ആഹാബിന്റെ പ്രവാചകന്മാരുടെ വായിലാണ്. കൂലിക്ക് പ്രവചിക്കുന്ന, ആഹാബ് പറയുന്നതിന് ഒത്തവണ്ണം പ്രവചിക്കുന്ന ഒരു കൂട്ടം പ്രവാചകന്മാരുണ്ട്. അത് ദൈവത്തിന്റെ പ്രവാചകന്മാരല്ല, നമ്മളെ ഡയറക്റ്റ് ബാധിക്കുന്നതല്ല. മുമ്പിലത്തേതൊന്നും നമ്മളെ ഒരിക്കലും ബാധിക്കുന്നതല്ലല്ലോ. അതിൻ്റെ ശക്തികളെ ശാസിച്ചതുപോലെ നമുക്ക് ഈ ശക്തിയും ശാസിക്കാം. പ്രവാചകന്മാരുടെ വായിലൂടെ വരുന്ന പോസ്റ്റിന്റെ ആത്മാവ്, അതിനെ ദൈവം അനുവദിച്ചതിട്ട് കണ്ടാവും പോയത്, ദൈവത്തിന്റെ അനുമതി എടുത്തുകൊണ്ട് പോകുന്നതാ. ഒരു ശാസനയ്ക്കൊന്നും മാറുന്നതല്ല. കർത്താവേ, ഞങ്ങളുടെ ഇടയിലോട്ട് ഇത്രയും അയക്കരുതേ, അനുവദിക്കരുതേ എന്ന് മാത്രം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആലോചനയിൽ തെറ്റുവരുത്തുന്ന ഒരു ശക്തി. ഇനിയൊരു കൂട്ടത്തിലോട്ട് തിരിയാൻ പോകാണ്. യോബിന്റെ പുസ്തകത്തിലേക്ക് വരാം. യോബിന്റെ പുസ്തകം ഞാനൊന്ന് തൊട്ടതായിരുന്നു ഒരു ദിവസം. 4:15. യോബ് 4:15. ഒരാത്മാവ് എന്റെ മുഖത്തിനെതിരെ കടന്നു. ഇത് യോബിനെ സത്യത്തിൽ കളിപ്പിച്ച ഒരാത്മാവായത്. ഇത് ദൈവാത്മാവാണെന്ന് യോബ് തെറ്റിദ്ധരിച്ചുപോയി. ദൈവത്തിങ്കിൽ നിന്ന് വന്നതാണെന്ന് തെറ്റിദ്ധരിച്ചു. അല്ല, ദൈവാത്മാവിന്റെ വേഷം കെട്ടിയ ഒരു ദുരാത്മാവായിരുന്നത്. വെളിച്ചദൂതന്റെ വേഷം ധരിച്ച ഒരു ശക്തി, ഒരാത്മാവ് എന്റെ നേരെ, മുഖത്തിന് നേരെ നിന്നു. എന്നിട്ട് എന്റെ ദേഹത്തിന് രോമഹർഷം ഭവിച്ചു. ദൈവാത്മാവിന്റെ പ്രവർത്തനം നടക്കുമ്പോഴെങ്ങനെയോ അങ്ങനെ തന്നെ യോബിന് ഫീൽ ചെയ്തു. പിന്നെ ഒരു പ്രതിമ എന്റെ കണ്ണിനെതിരെ നിന്നു. എന്റെ കണ്ണിന്റെ മുമ്പിൽ, നമ്മളാണെങ്കിൽ പറഞ്ഞ ദൂതൻ നിൽക്കുന്നത് കണ്ടെന്ന്, അല്ല മറ്റവനാ, എന്റെ ഒരു പ്രതിമ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പിന്നെ എങ്കിലും അതിന്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല. എനിക്കതിന്റെ രൂപം ഒട്ട് മനസ്സിലായില്ല. ദൈവമാണോ അല്ലയോ സൂക്ഷം പറയാൻ എനിക്കറിയാൻ വയ്യ. ഒരു രൂപം, മന്ദമായ ഒരു സ്വരം ഞാൻ കേട്ടത് എന്തെന്നാൽ, ദൈവശബ്ദമാണ് മന്ദസ്വരം എന്നൊരു വിശ്വാസം പൊതുവേ ഉണ്ട്. മന്ദമായ ഒരു സ്വരം ഞാൻ കേട്ടത് എന്തെന്നാൽ, മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ? അയ്യോ, എന്നാ നീതിപ്രസംഗം ഇവൻ പറയുന്നത് കേട്ടോണം. വിശുദ്ധിയെ കുറിച്ചാണ് ഇവൻ പ്രസംഗിക്കുന്നത്. മർത്യൻ ദൈവത്തിന് തുല്യം നീതിമാനാകുമോ? മനുഷ്യൻ സൃഷ്ടാവിനേക്കാൾ നിർമ്മലനാകുമോ? വിശുദ്ധിയാണ് ഇവന്റെ പ്രസംഗം. പിന്നെ ഇതാ സ്വദാസന്മാരിലും അവന് വിശ്വാസമില്ല. അവിടെ മുതലാ തെറ്റിക്കാൻ തുടങ്ങിയത്. സ്വദാസന്മാരിലും അവന് വിശ്വാസമില്ല. എടാ പിശാചേ, സ്വദാസന്മാരിൽ വിശ്വസിക്കുന്നവനാ ദൈവം. ജോബിനെ തെറ്റിച്ച് തുടങ്ങിയത് എവിടെയെന്ന് ജോബിന് പിടികിട്ടിയില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ ആഴത്തിൽ നിൽക്കുന്നില്ലെങ്കിൽ പതുക്കെ തെറ്റിച്ച് കളയുന്ന ശക്തികളുണ്ട്. അത് നമ്മളുടെ കയറും, മറക്കരുത്. മുമ്പിലത്തേതൊക്കെ വെളിയിലാ, ഇതാകത്താ. യോബിന്റെ മുമ്പിലാ വന്ന് നിൽക്കുന്നത്. സ്വദാസന്മാരിൽ അവന് വിശ്വാസമില്ല. അടുത്തത്, തന്റെ ദൂതന്മാരിലും അവൻ കുറ്റം ആരോപിക്കുന്നു. അത് ദൈവത്തിന്റെ പണിയല്ല. കുറ്റമാരോപിക്കുന്നത് അപവാദിയുടെ ലക്ഷണമാ. തന്റെ ദൂതന്മാരിൽ അവൻ കുറ്റം ആരോപിക്കുന്നില്ല. ഇതൊരു ദുരാത്മാവാ. താഴോട്ട്, പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്തു, പുഴുപോലെ ചതഞ്ഞ് പോകുന്നവരിൽ എത്രയധികം. ഉഷസ്സിനും സന്ധിക്കും മധ്യേ അവർ തകർന്നു പോകുന്നു. താഴോട്ട് വായിച്ചു. ആരും ഗണ്യമാക്കാതെ അവർ എന്നേക്കും നശിക്കുന്നു. മനുഷ്യന്റെ ഒന്നുമില്ലായ്മയെ കുറിച്ച് പറയാ. വായിച്ചു. അവരുടെ കൂടാരക്കയറ് അറ്റുപോയിട്ട് അവർ ജ്ഞാനഹീനരായി മരിക്കുന്നില്ലയോ? വിളിച്ചു നോക്കുക, ഉത്തരം പറയുന്നവനുണ്ടോ? നിൽക്കട്ടെ, കുറച്ചുകൂടെ മേളിലാണെന്ന് തോന്നുന്നു. ഇനിയും കുറെ ആശയങ്ങളോടെ കാണാം. ഓക്കെ, ഞാനിപ്പോൾ ഇത്ര ആശയങ്ങൾ മതി, നമുക്ക് ഇന്നത്തെ ആവശ്യത്തിനുള്ളത് കിട്ടി. ദൈവാത്മാവിന്റെ വേഷം കെട്ടി വരുന്ന ഒരു ദുരാത്മാവ് യോബിന്റെ മുമ്പിൽ വന്ന് നിന്നു. ഇതേതാണെന്ന് അറിയത്തില്ല. കാണത്തക്ക ഒരു ദർശനം വരെ ഉണ്ട്. നല്ല കാര്യം പറഞ്ഞവൻ തുടങ്ങിയെങ്കിലും ദൈവത്തിന്റെ അകത്തെ കാഴ്ചപ്പാടിൽ നിന്ന് അവൻ അവരെ തെറ്റിച്ചു കളയുന്നു. സ്വർഗം പോലും തിരുമുമ്പിൽ ശുദ്ധമല്ല എന്നിത്യാദി ചില പദങ്ങൾ ഈ ആത്മാവ് പറയുന്നത് കാണാം. എത്രാമത്തെ വാക്യത്തിലെന്ന് ഞാൻ ഓർക്കുന്നില്ല. തന്റെ ദാസന്മാരിൽ അവന് വിശ്വാസമില്ല, അവൻ ആരെയും വിശ്വസിക്കുന്നില്ല എന്നിത്യാദികൾ തെറ്റിദ്ധാരണകൾ ഉളവാക്കുന്ന പല പദങ്ങൾ കൊണ്ടുവന്ന് യോബിന്റെ നിജസ്ഥിതി തെറ്റിക്കുവാൻ ശ്രമിക്കുന്ന ശക്തികൾ. ദുരാത്മാക്കൾ ദൈവസഭയ്ക്കകത്ത് കടക്കുകയും ഇതിന്റെ ചുറ്റുവട്ടങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്ത് ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്താതിരിക്കുവാൻ അതിനെ ശാസിക്കുന്ന കടമ നമ്മുടേതാ. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇതിൽ ചിലതിനെ ശാസിക്കും. ഞാൻ ഒരെണ്ണം കൂടെ എടുത്തോട്ടെ, ഇതിനേക്കാൾ കട്ടിയ. എനിക്കിത് ഭയങ്കരമായിട്ട് ബാധകമാണ്. യെശയ്യാവിന്റെ പുസ്തകം 29:9-10 ഉറക്കത്തിന്റെ ആത്മാവ്. വിസ്മയിച്ച് സ്തംഭിച്ചു പോകുവീൻ, അന്ധത പിടിച്ച് കുരുടരായി തീരുവീൻ. അവർ മത്തരായിരിക്കുന്നു, വീഞ്ഞുകൊണ്ടല്ല താനും. അവർ ചാഞ്ചാടി നടക്കുന്നു,
മദ്യപാനം കൊണ്ടല്ലതാനും. മനുഷ്യൻ മത്തനായി ചാഞ്ചാടി നടക്കുന്ന, കുറച്ചിങ്ങോട്ട് വായിച്ചു വരുമ്പോൾ തുടക്കത്തിൽ തന്നെ അവരെ ഉറക്കിക്കളയുന്ന ഒരു ശക്തിയുണ്ട്. മത്തരാക്കുക, ചാഞ്ചാടി നടക്കുക, ദൈവകൃപയിലല്ലത്. ഉറങ്ങിപ്പോക, ഡീപ് സ്ലീപ്പ്. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരിക, ദൈവം പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ വരിക. ഞാൻ ഡീപ് സ്ലീപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട് അക്ഷരികമായി കണ്ണടച്ചുറക്കുന്ന കാര്യം അല്ലിത്. വേണ്ടത് എടുക്കാൻ കഴിയാതെ വരിക, മനസ്സിലാക്കാൻ കഴിയാതെ വരിക. മത്തുപിടിക്കുന്നുണ്ട്, ആത്മാവിലല്ല. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, പരിശുദ്ധാത്മ പ്രവർത്തനമല്ല. ഒന്നും അറിയാൻ വയ്യാത്ത ഏതാണ്ടൊക്കെ കൊണ്ട് ഒരു സ്വപ്നാവസ്ഥയിലേക്ക് പ്രവേശിച്ച് ആകപ്പാടെ ഗ്രഹിക്കാൻ കഴിയാതെ പോകുന്ന ഒന്ന് സഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന ശക്തിയാണ്. നമുക്ക് ഈ ശക്തികളിൽ ചിലതിനെ ഇന്ന് പകൽ ശാസിക്കണം. ഇന്ന് പകൽ, എന്നിട്ട് ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് കയറുക. നാളെയും കാണും ചിലത്. കിട്ടുന്നതിനെ ഓരോന്നിനെ പെറുക്കിക്കൊണ്ട് വന്ന് സഭയ്ക്കകത്ത് വെച്ച് ശാസിക്കണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതൊന്ന് പ്രയോജനപ്പെടട്ടെ. നമ്മൾ എന്തുവാ ചെയ്യുന്നതെന്ന് അറിഞ്ഞും കൊണ്ട് ചെയ്യണം. ചുമ്മാ ആരാധിക്കുന്നത് നല്ല കാര്യമാണെങ്കിലും അതിനേക്കാളൊക്കെ ഒത്തിരി ഇഫക്റ്റീവാണ് നമ്മൾ ഓരോന്ന് അറിഞ്ഞും കൊണ്ട് ചെയ്ത് ആ ജയമെടുക്കുന്നത്. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ ആദ്യം വായിച്ചേച്ച് മാത്രമേ ഉള്ളൂ ആത്മയുദ്ധത്തിന് അല്ലെങ്കിൽ ഇതിനെ ശാസിക്കാൻ നമ്മൾ ഒരുങ്ങുന്നത്. എഫെസ്യർ 6:12 മുതൽ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ എന്നുള്ള വാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിനും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. ഞാനിവിടെ ഒന്ന് സമയം തീരെ ഞാൻ എടുക്കത്തില്ല. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പറയുവാനുള്ള കാരണം എഫെസ്യ ലേഖനത്തിൽ മുമ്പുള്ള അധ്യായങ്ങളിൽ ഭൗതികമായി, ലൗകികമായി, ജഡീകമായി നാം വരുത്തേണ്ട ഒരുപാട് ക്രമീകരണത്തെക്കുറിച്ച് പറഞ്ഞേച്ച. ഭാര്യമാർ ഭർത്താക്കന്മാരോട് എങ്ങനെ ഇടപെടണം, ഭർത്താക്കന്മാർ ഭാര്യമാരോട് എങ്ങനെ ഇടപെടണം, കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് എങ്ങനെ ഇടപെടണം, ദാസന്മാർ യജമാനന്മാരോട്, യജമാനന്മാർ ദാസന്മാരോട് എങ്ങനെ ഇടപെടണം എന്നിങ്ങനെ നല്ല നടപ്പിനെ കുറിച്ചൊരു വിശദീകരണമൊക്കെ കൊടുത്ത ശേഷം വേറെ ഒത്തിരിയുണ്ട്. ഏറ്റവും ഒടുവിലായി പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ഒരു നല്ല മാനദണ്ഡത്തിൽ ജീവിക്കുന്നതിനാവശ്യമുള്ള എല്ലാ ഗുണദോഷങ്ങളും കൊടുത്തേച്ചു പറഞ്ഞു. ഇവിടം കൊണ്ട് തീർന്നില്ല, ഒരു ഘടകം ഇനി ബാക്കിയുണ്ട്. കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുക. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുക. സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ഈ നല്ല ഗുണമെല്ലാമായി നിങ്ങൾ ജീവിക്കാൻ വരുമ്പോൾ തന്ത്രശാലിയായ പിശാച് നിങ്ങളെ വീഴിക്കുവാൻ വരും. മറക്കരുത്, ഈ ഒരു നന്മ പ്രവൃത്തിയും അവൻ്റെ അടുക്ക വില പോവുകയില്ല. കാര്യം അവനൊരു തന്ത്രശാലിയാണ്. അവന് കുറെ തന്ത്രപ്രയോഗങ്ങളുണ്ട്. ഇവന്റെ തന്ത്രപ്രയോഗങ്ങളെ ജയിക്കണമെങ്കിൽ, കാര്യം ഇതിനു മുമ്പേ പറഞ്ഞു വന്നതെല്ലാം കണ്ണുകൊണ്ട് കാണാവുന്നതാ, കൈകൊണ്ട് സ്പർശിക്കാവുന്നതാ, ഭൗതിക തലത്തിലുള്ളതാ. എന്നാൽ ആത്മീക തലത്തിൽ ഇവൻ കയറി വരും, ആർക്കും കാണത്തില്ല. അവൻ തന്ത്രങ്ങളുമായിട്ടായിരിക്കും വരുന്നത്. സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്ക്. സർവായുധവർഗം ഇല്ലാത്ത ഒരാളിന് തന്ത്രത്തോട് എതിർക്കാൻ പറ്റത്തില്ല. ഇനി എന്താ വോട്ട് വായിച്ചാട്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അത്രയും വാക്യങ്ങൾ ഇന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്കറിയാം. വായിച്ചു. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാൻ നിൽക്കട്ടെ. എനിക്കൊരു നല്ല മൂടുള്ള ദിവസമുണ്ട്, അന്ന് പിശാചിന്റെ തന്ത്രം എനിക്കെതിരെ വരത്തില്ല, അവൻ കൊണ്ടുവരത്തുമില്ല. എൻ്റെ മൂഡ് തെറ്റുന്ന ഒരു സാഹചര്യം വരും. ആർക്കും ഇതുണ്ട്, ഏത് മനുഷ്യനും. പ്രതിസന്ധികൾ നേരിടുന്ന ചില സാഹചര്യം, മനസ്സ് കൺട്രോളിൽ നിൽക്കാതെ ദുഃഖിക്കുന്ന ഒരു സാഹചര്യം, അറിയാത്ത ഒരു വല്ലാത്ത സങ്കടം കാരണമില്ലാതെ വന്നു കയറുന്ന ഒരു ദിവസം, തൊടുന്നതിനൊക്കെ ദേഷ്യം വരുന്ന ഒരു സാഹചര്യം, പലതുകൊണ്ടുമാകാം. ദുർദിവസങ്ങൾ നമുക്കുണ്ട്, മറക്കരുത്. ആ ദുർദിവസത്തിലാണ് തന്ത്രവുമായി പിശാച് കയറുന്നത്. ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ, അന്ന് മാറി നിൽക്കാനല്ല, എതിർത്ത് നിൽക്കുവാൻ. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഒന്നും വിജയിക്കാതെ വരികയാണെങ്കിൽ ചില നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കും. എഴുന്നേക്കുമ്പോൾ ഇതൊന്നും കാണുകയില്ല. അന്നേരത്ത് കിടന്ന് ഉറങ്ങരുത്, അന്നേരത്ത് എതിർത്ത് നിൽക്കാൻ. അതാ കട്ടി.
എനിക്ക് മനപ്രയാസം വരുമ്പോൾ അങ്ങ് മാറിയിരിക്കാം, മാറരുത്, അന്നേരത്തെ എതിർത്ത് നിൽക്കണം. ഇന്ത്യൻ എയർഫോഴ്സിലെ പൈലറ്റ്സ് അഥവാ ഒരു ക്രാഷ് ഉണ്ടായി, ക്രാഷ് ലാൻഡ് ചെയ്താൽ പേടിച്ച് വിറച്ച് ഒരു ഭയങ്കര കളർത്തിൽ നെല്ലി വന്ന് താഴെ വീഴുന്നത്. മനുഷ്യനല്ലേ ആഫ്റ്റർ ഓൾ, എന്നാ പ്രൊഫഷനാന്ന് പറഞ്ഞാലും പേടിച്ച് വിറച്ചായിരിക്കും വരുന്നത്. പക്ഷെങ്കിൽ എയർഫോഴ്സിന് ഒരു റൂളുണ്ട്, വിതിൻ 10 minutes അടുത്ത പ്ലെയിനെ പുള്ളിയെ പറപ്പിച്ചിരിക്കും. അന്നേരം മാറിയിരിക്കാൻ അവസരം കൊടുത്താൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ പറക്കുകയില്ല. അതോടെ മൂടങ്ങ് പോകും. 10 മിനിറ്റിനകം അടുത്ത പ്ലെയിനൂടെ കളഞ്ഞാലും കുഴപ്പമില്ല, അവൻ പറന്നിരിക്കും, പറപ്പിച്ചിരിക്കും. ചില സമയം നമ്മളെ ഡിപ്രസ് ചെയ്യും പിശാച്. എനിക്ക് തോന്നുന്നു ആ ഒരു പോർഷൻ പരിശുദ്ധാത്മാവ് ശക്തമായി ആരാണ്ടോടൊക്കെ പറയുക, മാറിയിരിക്കരുത്, ദുർദിവസത്തിൽ ഒളിച്ചിരിക്കരുത്, യുദ്ധം ചെയ്യണം. ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുവാൻ. എല്ലാവരുടെയും ജീവിതത്തിൽ ദുർദിവസങ്ങൾ വരും. ആകപ്പാടെ അങ്ങ് ടയർഡായി, ഞാനൊന്നും കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല. മറക്കരുത്, പിശാച് മുന്നിൽ വന്ന് നിൽക്കുക, ജയം തരുവാൻ ദൈവം കൊണ്ട് മുന്നിലോട്ട് നിർത്തിയിരിക്കുക. ഞാൻ ആദ്യത്തെ സീരീസ് ഇതെടുത്തപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ട്. പാതാള ഗോപുരം നമ്മളെ ജയിക്കാനുള്ള സൂത്രമല്ല, പാതാള ഗോപുരം നമ്മെ അടിമപ്പെടുത്തുവാനുള്ള വസ്തുവല്ല, നമ്മെ ജയത്തിലേക്ക് നയിപ്പാനുള്ള ദൈവിക കരുതല. പാതാള ഗോപുരങ്ങളെ നാം ജയിക്കുവാൻ എപ്പോഴാണ് ഇവൻ അടുത്തു വരുന്നത്? ദുർദിവസത്തിൽ. ആകയാൽ നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. പൗലോസിന് കേസെല്ലാം പെൻഡിങ്ങിലാണ്. നമ്മുടെ കാര്യം പറഞ്ഞ പോലെ ഒരു കേസും നടക്കുന്നില്ല, രാജാവിനെയും കാണുന്നില്ല, ന്യായാധിപതിയെയും കാണുന്നില്ല, പട്ടാളക്കാരിട്ട് കൊട്ടുന്നു, കിട്ടുന്ന കാശെല്ലാം പട്ടാളക്കാരും കൊണ്ടുപോവുകയാണ്, വാടക വീട്ടിൽ ഇങ്ങനെ താമസിക്കുകയാണ്, സുവിശേഷീകരണം വ്യക്തമായി നടക്കുന്നു, അതുമില്ല. എല്ലാം കൊണ്ടും മനസ്സങ്ങ് മടുക്കുമ്പോഴാണ് ഇതര രാജ്യങ്ങളുടെ അംബാസിഡർമാർ അവരുടെ കുതിരകളുടെ പുറത്ത് ഗമയിൽ മുന്നക്കൂടെ പോകുന്ന കാഴ്ച, ജയിലഴികൾ എണ്ണിക്കൊണ്ട് കിടക്കുന്ന പൗലോസിന്റെ മുന്നപ്പെടുന്നത്. അദ്ദേഹവും പേനായെടുത്തെഴുതി, ഞാനും അംബാസിഡറാണ്. ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമുണ്ടാകട്ടെ. എനിക്കൊരു ദുർദിവസം വന്ന പിശാചേ നിനക്ക് കോള, ഞാൻ അന്ന് നിന്നോട് എതിർക്കും. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരിടത്ത് പറഞ്ഞായിരുന്നു, ഒരു വണ്ണവും തടിയും ഒക്കെ ഉള്ള ഒരു സാറ്, ഞാൻ പരസ്യമായിട്ട് പേര് പറയത്തില്ല, അദ്ദേഹം ജീവനോടുണ്ട്, എൻ്റെ കൂടെ എയർഫോഴ്സിലുണ്ടായിരുന്നു. ഞങ്ങളൊരു വീട്ടിൽ സംസാരിക്കാനിരിക്കുമ്പോൾ ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ 2 പേര് അന്ന് മാതാപിതാക്കളോട് പിണങ്ങിയാ, ഒന്നും കഴിക്കുകയില്ല, കൊച്ചു പിള്ളേരെ. ഇതുങ്ങളെ കഴിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അപ്പം സാറ് പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിൽ ഞാനും ചിലപ്പം വീട്ടിൽ പിണങ്ങുമായിരുന്നു, നിങ്ങളൊക്കെ വഴക്കുണ്ടാക്കിയാൽ പിന്നെ ഒന്നും കഴിക്കുകയില്ല, ഞാനാണ് തിരിച്ചായിരുന്നു, വീട്ടിൽ വെച്ചിടത്തോളം അങ്ങ് കഴിക്കും, വേറെ ആർക്കും ഒന്നുമില്ല. സാറിന് നല്ല തടിയായിരുന്നു. എടാ പിശാചേ, നീ ദുർദിവസത്തിൽ എതിർക്കാൻ വരുമ്പോൾ എണ്ണ വരട്ടി കുളിച്ചേച്ച് ഉറങ്ങാൻ പോകുന്ന എം.എ. വർഗീസിനെ പോലെ പലരും ഉണ്ട്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നിൽക്കാൻ തീരുമാനിച്ചു. പോത്തില്ലടാ, ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കാൻ പോവാ, മൂഡ് പോകുമ്പോൾ എതിർത്ത് നിൽക്കാൻ പോവാ. കാര്യം ഇന്ന് എൻ്റെ ജയത്തിൻ്റെ ദിവസമാണ്. സത്യമായിട്ടും എനിക്ക് പ്രിൻസിപ്പിൾ അന്ന് അറിയാൻ വയ്യായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ഒത്തിരി കൂടെ മേളിപ്പോയത്. ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് ഇത് പറഞ്ഞു തരാൻ കർത്താവ് പരിജ്ഞാനം ഏൽപ്പിച്ചതിനായി സ്തോത്രം. ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്, പക്ഷെ അതിന് ദൈവത്തിന്റെ സർവായുധവർഗം വേണം. താവോട്ട് വായിച്ചു. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ട. സകലതും സമാപിച്ച് ചൊറച്ചു നിൽക്കുക, അതൊരു ഭയങ്കര പോയിന്റാ. നമ്മുടെ 69 കേസുകൾ തീർന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു പദം എനിക്ക് ഓർമ്മയുണ്ട്. 69 കേസുകൾ ഒരുമിച്ച് വന്നിട്ട് എന്നെ എടുത്തടാ. കണ്ട പത്രക്കാരും പരിഹാസികളും മൊത്തം എഴുതി വായിച്ചിട്ട് എന്നെ എടുത്തടാ. ഇപ്പൊ കൊല്ലുമെന്നും പറഞ്ഞു കൊല്ലാൻ ആളുകൾ വട്ടം കൂട്ടിയിട്ട് എന്നാ ചെയ്തടാ. സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ ഉറപ്പിക്കുന്നത് യുദ്ധം കഴിയുമ്പോഴാ. യുദ്ധത്തിൽ ഉറപ്പിക്കും, യുദ്ധം കഴിയുമ്പോൾ നാം ഉറച്ചു നിൽക്കും. ഈ പകൽ ഹൃദയത്തിന്റെ അകത്ത് ഭീതിയും ഹൃദയത്തിന്റെ അകത്ത് നിരാശയും വരുന്നത്, അയ്യോ പൈതലേ, തിരുവചനം നിങ്ങളോടാ പ്രസംഗിക്കുന്നത്. സകലതും സമാപിച്ചിട്ട് നാം ഉറച്ചു നിൽക്കും. സകലതും സമാപിച്ചിട്ട് ഉയർച്ച നിൽപ്പാൻ കഴിയേണ്ടതിന് വായിച്ചു. ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുക. എന്തെങ്കിലും ഒരായുധവും കൊണ്ടങ്ങ് പോകാനല്ല. ഞാനാണെ പറയും, ഇവൻ ഒരു ബലഹീനത ഉണ്ടെങ്കിലും വേറൊരു ബലമുണ്ടല്ലോ, കുഴപ്പമില്ലെന്ന്. ഞാനിവിടെ പണ്ടൊരിക്കൽ എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. സമാഗമന കൂടാരത്തിന് വട്ടത്തിൽ കുറെ പലകകളുണ്ട്.
ആ പലകകൾക്ക് ഒരെണ്ണത്തിന് ഇത്ര കളരം ഇത്ര വീതി എന്ന് ഒരു കണക്കുണ്ട്. എനിക്കൊന്ന് 1.5 മുഴവും സംതിങ് ഇത്ര മുഴ ഉയരം വേണം. മറന്നു തുടങ്ങി, ഞാൻ തന്നെയല്ല എല്ലാവരും. ഇത്ര മുഴം നീളം വേണം, ഉയരം വേണം, ഇത്ര മുഴം വീതി വേണം എന്നൊരു കണക്കുണ്ട്. ഞാൻ പറയും, എൻ്റെ കാര്യം പറഞ്ഞാൽ നീളം ഇച്ചിരി കൂടുതലുണ്ട്, വീതി കുറഞ്ഞാലും എനിക്ക് വലിയ സങ്കടമില്ല. അച്ഛാ നേരത്തിനൊന്നും ആരാധനയ്ക്ക് വന്നില്ലല്ലോ, ദേശാംശം തരുന്നതാണെന്നല്ല, ഇരുന്നോട്ടെ. നീളം കുറവാ, നേരത്തിന് ആരാധനയ്ക്ക് വരുന്നതല്ല. 10 മുഴം നീളം 1.5 മുഴം വീതിയും അല്ലേ? 10 മുഴം ഉയരവും 1.5 മുഴം വീതിയും വേണം. ഒരച്ചായന് 9.25 മുഴം നീളമേ ഉള്ളെങ്കിലും കുഴപ്പമില്ല, 1.25 അടി വീതി ഉണ്ടല്ലോ. അവിടെ ഞാനങ്ങ് ക്ഷമിക്കും, ഇരുന്നോട്ടച്ചാൻ ദേവാലയത്തിൽ അടുപ്പിക്കുകയില്ല. ഒന്നിൽ കുറഞ്ഞ് വേറൊന്ന് കൂടിയാൽ സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ അളവിലായിരിക്കണം. സകലതും സമാപിച്ചിട്ടുറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. ഒരാൾ ഇടയ്ക്കൊരൽപ്പം കള്ളു കുടിച്ചാലും സഭയ്ക്ക് വല്ലതും കാശ് കൊടുക്കുന്നവനാണെന്നല്ല ഇരുന്നോട്ടെന്ന് പറയുന്നവർ കാണും. ഈ പുള്ളി കൃപാവരങ്ങളിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും നേരത്തിന് സഭായോഗത്തിന് വന്നിരുന്നോളുമല്ലോ എന്നുള്ളത് കൊണ്ട് സന്തോഷിക്കുന്നവർ കാണും. നോ മോനെ, ഒരായുധം എങ്കിലും കുറഞ്ഞു പോയാൽ നീ പിശാചിനോട് എതിർത്ത് നിൽക്കത്തില്ല. ദൈവത്തിന്റെ സർവ്വ ആയുധവർഗം ധരിക്കുക. ഒരേറിയയിൽ വീക്കാണെങ്കിൽ അവിടെ പിശാച് അറ്റാക്ക് ചെയ്യും. ഇന്ന് സഭയായി നമുക്കൊന്നുകൂടെ വന്നിരിക്കുന്നവർക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് കമ്മിറ്റ് ചെയ്യാം. ഞാൻ സർവായുധവർഗം എടുക്കാൻ താല്പര്യപ്പെടുന്നു. ഇനിയും സർവായുധവർഗത്തെ കുറിക്കുന്ന ചില ഭാഗങ്ങൾ കാണാം, അത് വിശദീകരിക്കാൻ ഒക്കത്തില്ല, എളുപ്പം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും. ഒന്ന്, സത്യമില്ലാത്ത ഒന്നിനകത്ത് ഇടപെടരുത്. സത്യമില്ലാത്ത ഒന്നിനകത്ത് ഇടപെടരുത്. അങ്ങനെ ഞാൻ ഓരോ ആശയം മാത്രം പറഞ്ഞങ്ങ് പോവാ. നീതി എന്ന കവചം ധരിച്ചു. നീതി വിട്ട് ഒരു പരിപാടിക്ക് ഇടപെടരുത്. നീതി ഇല്ലാത്ത ഒന്നിന് കൂടരുത്. എൻ്റെ സ്വന്തമാകാം, എൻ്റെ ഇന്നാരാകാം, അതൊക്കെ വേറെ കാര്യം. നീതിക്കുള്ളതിനല്ലാതെ ഞാൻ ഇല്ല, അല്ലെ പിശാച് എന്നെ കാലെ പിടിച്ച് കല്ലിൽ തല്ലും. സത്യത്തെ അരക്കികെട്ട്, സത്യവും നീതിയും. പിന്നെ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. ഞാൻ സുവിശേഷം പറയുന്നതിന്റെ ജീവിതത്തിന്റെ മാൻഡേറ്റാ, അത് വിട്ടേച്ചാൻ പോകത്തില്ല. സമാധാന സുവിശേഷം, സമാധാന സുവിശേഷവും ബുച്ചേഴ്സ് ഗോസ്പലും എല്ലാം ഉണ്ട്. ഞാൻ ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക. അടുത്തത് എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച, ശക്തിയേറിയ വിശ്വാസം ദുഷ്ടന്റെ തീയമ്പുകളെ തടയുന്നതാണത്. പിന്നെ രക്ഷ എന്ന ശിരസ്ത്രം, ദൈവത്തിന്റെ വചനമെന്ന ആത്മാവിന്റെ വാള്. വചനം വായിക്കാൻ മടിയുള്ളവരെ, എന്നെ പോലെ പ്രായമായവരുടെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞവരുടെ ഒന്നും കാര്യമല്ല ഇനി പറയുന്നേ. ആരോഗ്യം കണ്ണിനുള്ളവർ വചനം വായിച്ച് പഠിച്ചേ പറ്റൂ. പ്രത്യേകിച്ചും ആത്മീയ ശുശ്രൂഷയിൽ വരാൻ താല്പര്യപ്പെടുന്നവരെ, പോളിയോങ്കിച്ചോ പറഞ്ഞൊരു വാചകം എൻ്റെ ഓർമ്മയിലുണ്ട്. ഏത് കെട്ടിടവും പണിയാനായിട്ട് ആവശ്യം പോലെ ഇഷ്ടിക വേണം. ഒരു കെട്ടിടത്തിന്റെ ബേസ് മെറ്റീരിയൽ ഇഷ്ടികയാണ്. ആ ഇഷ്ടിക കൊണ്ടാണ് ഇത് മൊത്തം പണിതൊപ്പിക്കുന്നത്. ഏത് ഷേപ്പിലുള്ള മുറി പണിതാലും ഇഷ്ടിക വെച്ച, ഏത് ശുശ്രൂഷ ചെയ്താലും ദൈവവചനത്തിന്റെ അടിസ്ഥാനമാണ്. വചനമാണ് സകലതിൻ്റെയും ആധാരം. സകലതിൻ്റെയും ശുശ്രൂഷകളുടെ ബേസ് ദൈവത്തിന്റെ വചനമാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഹൃദയസ്ഥമാക്കിയ, നിങ്ങൾ മനഃപ്പാടമാക്കിയ ദൈവവചന വാക്യങ്ങളാണ് ചേരേണ്ടടുത്ത് പരിശുദ്ധാത്മാവ് ചേർത്ത് വെക്കുന്നത്. എങ്കിലേ ശുശ്രൂഷ വിജയിക്കൂ. ആത്മാവിന്റെ വാൾ ദൈവത്തിന്റെ വചനമാ, ദൈവത്തിന്റെ വചനം. പിന്നെ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണും. ഈ മുമ്പേ പറഞ്ഞതെല്ലാം എടുത്തേച്ച് പറഞ്ഞ് ഇനി നിങ്ങൾക്ക് ഒരു കാര്യം, സകല പ്രാർത്ഥനയിലും നിങ്ങൾ പ്രാർത്ഥിച്ചു പോരാടണം. ഇതൊരു എക്സസൈസാ. ഒരു പട്ടാളക്കാരൻ ആയുധങ്ങളെല്ലാം കൊടുത്തേച്ച്, അവന് പലയിടത്ത് ധരിക്കാനുള്ള ആയുധങ്ങളുണ്ട്. റോമൻ പടയാളിയുടെ ആയുധത്തോട് ബന്ധപ്പെടുത്തിയാണ് ഈ പറയപ്പെട്ടതെല്ലാം. ഇതെല്ലാം കഴിഞ്ഞേച്ച് ഇങ്ങനെ പരേഡിന് പോയേ പറ്റൂ, പീറ്റിക്ക് ഇറങ്ങിയേ പറ്റൂ. ഈ ആയുധങ്ങളും കൊണ്ട് ചുമ്മാതിരുന്നാൽ ഇത് നേരത്തിന് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ഒരാത്മീയ പടയാളിയുടെ എക്സസൈസാണ് പ്രാർത്ഥന. എക്സസൈസാ പ്രാർത്ഥന. നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്ന പ്രാർത്ഥനയുടെ കാര്യമല്ല, ഇത് യുദ്ധമാണ്. എന്നാൽ സാധാരണ പ്രാർത്ഥന നമ്മുടെ എക്സസൈസാണ്. എക്സസൈസ് ഇല്ലാത്ത ഒരു പടയാളിക്ക് യുദ്ധം ചെയ്യാൻ കഴിയാത്തതുപോലെ സാധാരണഗതിയിലെ പ്രാർത്ഥനയില്ലാത്ത ഒരാളിന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. ഏതു പ്രാർത്ഥനയിലും അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇനം പ്രാർത്ഥനകളുണ്ട്.
നമ്മൾ പരസ്യമായി പ്രാർത്ഥിക്കാൻ അറിഞ്ഞിരിക്കണം. അത് പഠിപ്പിക്കുന്ന സ്ഥലം ഇതല്ല, അല്ലെങ്കിൽ ഈ സാഹചര്യമല്ല. എങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ ഇത് പ്രാർത്ഥിക്കുകയാണെന്ന് മനസ്സിലാകണം മറ്റൊരാളിനും കൂടെ. പ്രാർത്ഥിച്ച് തുടങ്ങുന്നതിനൊരു പ്രത്യേകതയുണ്ട്, പ്രാർത്ഥിച്ച് നിർത്തുന്നതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിൽ തന്നെ പലർക്കും ഇതറിയാൻ വയ്യ. പ്രാർത്ഥിക്കാൻ നാം പഠിക്കണം. പല ഇനം പ്രാർത്ഥനകളുണ്ട്. വിവാഹ വീട്ടിലെ പ്രാർത്ഥന ശവസംസ്കാരത്തിൻ്റെ പ്രാർത്ഥന ഒന്നല്ല. ദൈവം എല്ലയോ കേൾക്കുന്നത്, ദൈവം ഹൃദയം അറിയുന്നു. ഹൃദയം ദൈവമേ അറിയുന്നുള്ളൂ. പക്ഷെ നമ്മൾ കാണുന്ന സാഹചര്യമാണ്. ഹൃദയം ദൈവം അറിയുന്നുണ്ട്, നമ്മൾ കാണുന്ന സാഹചര്യമാണ്. അതാത് സാഹചര്യത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. ശവസംസ്കാരത്തിന് കയറി ദീർഘായുസ് കൊടുക്കാൻ പ്രാർത്ഥിക്കരുത്. അത് എന്തിൻ്റെയാ? ജന്മദിന പ്രാർത്ഥനയാത്. സകല പ്രാർത്ഥനയാലും വ്യത്യസ്ത പ്രാർത്ഥനകളുണ്ട്, വ്യത്യസ്ത അവസരങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്. സകല പ്രാർത്ഥനയാലും ഏത് നേരത്തും നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടണം. അത് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കും, അറിയാവുന്ന ഭാഷകളിൽ പ്രാർത്ഥിക്കും. പൊതുപ്രാർത്ഥനകളിൽ അന്യഭാഷയ്ക്ക് പ്രസക്തിയില്ല. പൊതുപ്രാർത്ഥനകളിൽ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ, മനുഷ്യന് ഗ്രഹിക്കാവുന്നതുപോലെ ഞാൻ ദൈവത്തോട് പൊതുവിൽ പ്രാർത്ഥിക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ട്. സഭായോഗത്തിന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഇന്നത്തെ വാഹനങ്ങളെ ക്രമീകരിക്കാനും അടുത്ത ഇലക്ഷന് നന്നാകാനും അല്ല പ്രാർത്ഥിക്കുന്നത്. സഭായോഗത്തിൻ്റെ ഘടകങ്ങൾ അനുഗ്രഹിക്കപ്പെടാനാണ്. ഇലക്ഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാരെ അനുഗ്രഹിക്കാൻ, സഭാ നേതാക്കന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി അല്ല, പൊളിറ്റീഷ്യൻസ് കറക്റ്റ് അവരെ കർത്താവ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. വ്യത്യസ്ത ഘടകങ്ങളിലേക്ക് ആവശ്യമുള്ള പ്രാർത്ഥനകൾ അതാത് സാഹചര്യങ്ങളിൽ പ്രാർത്ഥിപ്പാൻ നാം അറിഞ്ഞിരിക്കണം. ഏറ്റവും നല്ല പട്ടാളക്കാരൻ എല്ലാ ആയുധവും പിടിച്ചിട്ടുണ്ടെങ്കിലും പരേഡ് ചെയ്യുന്നിടത്ത് തെറ്റുവരുത്തിയാൽ അവൻ പട്ടാളത്തിൽ തുടരുകയില്ല, വീട്ടിൽ പറഞ്ഞു വിടുകയല്ലാതെ മാർഗമില്ല. നമ്മുടെ പ്രാർത്ഥന തിരിച്ചറിയേണ്ട ഒന്നാണ്. ഏത് പ്രാർത്ഥനയിലും ഞാൻ എടുത്തു പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർക്കണോ, ഇതില്ല, നോക്കുകയില്ല. ഞാനിവിടെ നന്നായി പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളതിന് ആമേൻ പറയത്തില്ല. ഞാനിവിടെ പ്രാർത്ഥിച്ചു എങ്കിലും ഞാൻ എന്തുവാ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ മനുഷ്യൻ എല്ലാവരുടെയും കൂടെ സമയം കൊല്ലുന്നല്ലോ എന്ന ഒരു മനപ്രയാസമേ നിങ്ങൾക്കുണ്ടാകൂ. അതുകൊണ്ട് എനിക്കൊരു നന്മയും ഉണ്ടാകത്തില്ല, പകരം നിങ്ങളുടെ സമയം കൊന്നതിൻ്റെ ശിക്ഷ എനിക്ക് വരത്തുള്ളൂ. ഏത് പ്രാർത്ഥനയാലും ഏത് നേരത്തും പ്രാർത്ഥിക്കുക, ജാഗരിക്കുക. കൂട്ടത്തിൽ പൗലോസ് പറഞ്ഞു, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഞാൻ ദൈവവചനം സംസാരിക്കാൻ വായി തുറക്കുമ്പോൾ അതിൻ്റെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്ര ഒരുമിച്ച് ചേർന്നാൽ ഒരു പടയാളിയുടെ സർവായുധവർഗം ഏറെക്കുറയായി, കംപ്ലീറ്റ് ആയെന്ന് ഇപ്പോഴും ഞാൻ പറയത്തില്ല. കാര്യം പൗലോസ് നിന്ന ഒരു സാഹചര്യത്തിലുള്ള കാര്യങ്ങളെ ഉള്ളൂ. നമ്മിൽ ചിലർക്ക് അതിനേക്കാൾ കൂടുതൽ ചിലത് ആവശ്യമായി വരും. കർത്താവേ, വ്യക്തിപരമായി എനിക്കെതിരെ എതിർക്കുന്ന ശത്രുവിനെ ഞാനിവിടെ ബന്ധിച്ചിരിക്കും. എനിക്ക് ഇന്ന പ്രശ്നം ഞാൻ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുക, അതിനെ ഞാൻ ശാസിച്ചിരിക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മയുദ്ധത്തിൽ പോരാടുവാൻ റൈറ്റ് ഉള്ളൂ. അല്ലാത്ത ചിലതിന് തിരിച്ചടി ഉണ്ടാകും. തിരിച്ചടി എന്ന വിഷയത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ വരാം. ഞാൻ പ്രാർത്ഥിക്കുന്ന ചിലതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അങ്ങനെ പ്രത്യാഘാതം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം, ഒന്ന്, എന്നെ ആ ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടില്ല, ഞാൻ അരുതാത്തതിന് കയറി കൈയിട്ടതാണ്. അല്ലെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിക്കുവാനുള്ള ആത്മകരുത്തെനിക്കില്ല, എനിക്ക് ഇതിനേക്കാൾ കരുത്താവശ്യം. തിരിച്ചടി ഇന്ന് ആർക്കും ഉണ്ടാകത്തില്ല, കാര്യം ഇന്ന് സഭ ടേക്കപ്പ് ചെയ്യുക. ആ കൂട്ടത്തിൽ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് പോവുക. ഇന്ന് സഭ ടേക്കപ്പ് ചെയ്യുക, ഒരു തിരിച്ചടിയുമില്ല. ഇതിന് വട്ടത്തിൽ ദൂതന്മാരുടെ കാവല് കാണും. ഞാൻ ആദ്യം എടുത്തു പറഞ്ഞ ചില ശക്തികളെ ഇന്നൊന്ന് ശാസിക്കാൻ പോവുക. ഈ പട്ടണത്തിൽ വ്യാജ ദർശനങ്ങൾ കൊടുക്കുന്ന, വ്യാജ ദൈവങ്ങളുടെ പേരിൽ ദർശനങ്ങൾ കൊടുക്കുന്ന, വെളിച്ചപ്പാട് കൊടുക്കുന്ന ശക്തിയെ സഭ ശാസിക്കാൻ പോവാ. രണ്ട്, പ്രവാചകന്മാരുടെ വായിൽ അക്യുറസിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വ്യാജമായി വ്യാപരിക്കുന്ന ആ ശക്തിയെ ഇന്ന് ശാസിക്കാൻ പോവുക. മൂന്ന്, പിന്മാറ്റത്തിന്റെ ശക്തിയെ ഇന്ന് ശാസിക്കാൻ പോവുക. ശൗലിന്റെ തുടക്കം അവിടെയായിരുന്നു, വലിയവനായിരുന്നവൻ പിന്മാറി. അടുത്തത്, പിന്മാറ്റത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച അശുദ്ധരായ ചില വ്യക്തികൾ തൻ്റെ അരമനയിൽ ഉണ്ടായിരുന്നു. വേർപാടില്ലായ്മയെ ഇന്ന് ശാസിക്കാൻ പോവുക. ഈ കാര്യങ്ങളെ ശാസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം കാണും ചിലതിനെ ശാസിക്കാൻ. ദുരാത്മശക്തികളെ തിരിച്ചറിഞ്ഞ് ശാസിച്ച് മുന്നേറാം. ഇതിനകത്തൊരു ജയം കർത്താവ് തരട്ടെ, ഇതിനകത്തൊരു വിജയം ദൈവം തരട്ടെ, ഇതിനകത്തൊരു ഉയർച്ച കർത്താവ് തരട്ടെ. ദൈവം നമ്മിൽ ചിലരെ കൂടെ ഉയർത്താൻ പോവുക. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കുമോ?
ഒരു സ്വയം ശോധനയ്ക്ക് വേണ്ടി ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിക്കുമോ? കർത്താവേ, ഞാൻ സർവായുധവർഗം ധരിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതം സത്യത്തിൽ ഉൽപ്പാദിതമാണോ? എൻ്റെ ജീവിതം നീതിയോടെ നടക്കുന്നതാണോ? ദൈവിക ന്യായത്തിൽ നിന്ന് ഞാൻ വെളിയിൽ പോയോ? എൻ്റെ ജീവിതത്തിൽ തെറ്റുണ്ടോ കർത്താവേ? വ്യാജമായത് എന്നിൽ ഉണ്ടോ? അതോ ഞാൻ സത്യത്തിൽ നിൽക്കുന്നവനാണോ? സമാധാന സുവിശേഷത്തിനുള്ള ഒരു ഒരുക്കം എനിക്കുണ്ടോ? രക്ഷയെന്ന ശിരസ്ത്രം ഞാൻ ധരിച്ചിരിക്കുന്നുവോ? ഇന്ന് എന്നെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് കൊടുക്കാം. യോഗ്യമായി ഇതൊന്ന് ജീവിക്കുവാൻ ദൈവകരങ്ങളിൽ ഒന്നുകൂടെ സമർപ്പിക്കാം. ദുർദിവസത്തിൽ എതിർക്കുവാൻ കഴിയേണ്ടതിന്, സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന്, ഒടുവിൽ കർത്താവിൽ നിന്റെ അമിത ബലത്തിലും ശക്തിപ്പെടേണ്ടതിന്, ദുഷ്ട ആത്മസേനകളോട് ഈ രാവിലെ നേരിടേണ്ടതിന് സർവ ആയുധവർഗമായി എന്റെ ജീവിതം ക്രമീകരിക്കുവാൻ ഇന്നൊന്ന് സഹായിക്കണം കർത്താവേ. ഓറിമാസിയ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ചാടിയ ചില വയറ് ഷേപ്പിലായി മസിലുകളൊന്ന് ഒട്ടി നേരെ വരുന്ന ഒരു കാഴ്ച ദൈവാത്മാവെന്നെ കാണിക്കുന്നു. എന്ന് പറഞ്ഞ ബോഡി ഷേപ്പ് നഷ്ടപ്പെട്ട ചിലതിനെ ബോഡി ഷേപ്പ് തിരിച്ചു വരുന്നത് പോലെ ആരോഗ്യമുള്ള ഒരു ആത്മീക അനുഭവത്തിലേക്ക് ഈ വാക്കുകളുടെ മുമ്പിൽ ക്രമീകരിക്കുന്ന ചിലരെ തമ്പുരാൻ കൊണ്ടുവരുന്നു. ഞാനത് ദർശനത്തിൽ കാണുന്നു. ചില തീരുമാനങ്ങൾ ഉയരുന്നു. അതാ വ്യക്തിത്വങ്ങളെ മാറ്റുക. കർത്താവേ, അങ്ങയുടെ രക്തം കൊണ്ടവരെ റാപ്പ് ചെയ്യണമേ. ഒരു ദുഷ്ടനവരെ കാണാതെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവരെ ഒളിപ്പിക്കുന്നു. അവർ ഷേപ്പിലേക്ക് വരട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ സഭയെ അങ്ങയുടെ രക്തത്തിന്റെ കവറിങ്ങിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ശത്രുക്കളെ നേരിടാൻ പോകുകയാ. അങ്ങക്ക് ശത്രു, ഞങ്ങളുടെ ശത്രു. പട്ടണത്തിന്റെ മുഖച്ഛായയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ, ദൈവിക വിടുതലുകൾ ഇവിടെ തരുവാൻ, വ്യാജ ശക്തികൾക്കെതിരെ നിൽക്കുവാൻ, ദുരാത്മ വ്യാപാരങ്ങൾക്കെതിരെ നിൽക്കുവാൻ, മയക്കം പിടിപ്പിക്കുന്ന ശക്തികൾക്ക്, അന്ധത വരുത്തുന്ന ശക്തികൾക്ക്, ഗ്ലൂമിനസ് യേശുവിൻ നാമത്തിൽ സഭയുടെ പരിധിയിൽ വെളിയിപ്പോം. रिमा रिमा रिगे रगा रे सही समय सारा रखा मदा रगा विलोमे में रामा तुकासी मांजे मर्तियारा दिमान हरा रबत सईदासिया. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഇന്നൊരു ദൈവിക വിടുതൽ. പട്ടണത്തിന്റെ മേൽ ശക്തി പുലർത്തുന്ന, ആധിപത്യം പുലർത്തുന്ന വെളിച്ചപ്പാടിന്റെ വ്യാപാരമേ, യേശുവിൻ നാമത്തിൽ പട്ടണം വിട്ടുപോകും. മീഡിയംസ്, മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന, അവയിലൂടെ വെളിപ്പെടുന്ന ദുരാത്മ വ്യാപാരമേ, പട്ടണം വിട്ടുപോകും. സഭയുടെ പരിധിയിൽ വരരുത്. Get out. മാന്ത്രിക തന്ത്രങ്ങൾ യേശുവിൻ നാമത്തിൽ കെട്ടടങ്ങ്. സ്ലംബർനെസ്, മത്തുപിടിച്ചവരെ പോലെ സ്വപ്നാവസ്ഥയിലായി കാര്യമെന്തെന്നറിയാതെ ജനത്തെ മയക്കിക്കളയുന്ന സ്പിരിറ്റ് ഓഫ് സ്ലംബർ, ഗെറ്റ് ഔട്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ദൂതന്മാർ ഇന്ന് പകൽ വെട്ടട്ടെ, ശക്തികളെ വെട്ടട്ടെ.
പിന്മാറ്റം, വേർപാടില്ലായ്മ, അശുദ്ധിയുടെ വ്യാപാരം യേശുവിൻ നാമത്തിൽ സഭയോട് അടുക്കരുത്, വിട്ടുപോ. പകരം സഭ കൃപാവരങ്ങളിൽ ജ്വലിക്കട്ടെ. സഹോദരന്മാർ, സഹോദരിമാർ, യുവാക്കൾ, പൈതങ്ങൾ ദൈവകൃപാവരങ്ങളിൽ നിറയട്ടെ. പട്ടണത്തിന് ആലോചന പകരുവാൻ പട്ടണത്തിന് ആലോചന പകരുവാൻ, സഭയ്ക്ക് ആലോചന പകരുവാൻ വെളിപ്പാടിന്റെ ആത്മാവ് ദൈവത്തിങ്കൽ നിന്ന് സഭയിലേക്ക് ഇറങ്ങട്ടെ. അത് യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നു. ചില മിനിറ്റുകൾ ഒരു ആത്മയുദ്ധത്തിലേക്ക് പോവുകയും ആരാധിച്ച ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ വീണ്ടും തുടരുകയും ചെയ്യാം. എന്നെ പലപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ ഉപവാസ പ്രാർത്ഥനയാണല്ലോ ഉപവാസ പ്രസംഗത്തെക്കാൾ കൂടുതൽ. പക്ഷെ ദൈവവചനത്തെ ബേസ് ശക്തികൾ ഒന്നൊന്നായി പൊളിഞ്ഞു മാറുക, പൊളിഞ്ഞു മാറുക. ജീസസ്, യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറുക. Mandellare
ജൂഡേ രഗദേ ശഗദേ രദേ ശഗദേ രഗദേ മാനം മനഗടകംദേ മാദല്ലാരേ ജുഡിയാരഗദ ശഗദാരഗദം മാരഗനംദേ മാനഗടേദേ ജൂഡമനാ വൈഡാരഗദം മന്ദല്ലാരേ ജൂഡാരഗദം മാനഗടേദം വൈഡാരഗദം മാനഗടത്തല മാനഗടേദല വൈഡഗനാദല മാനഗടാദം മന്ദല്ലാരേ ജൂഡാരഗദേ ശഗദല്ലാനം മാനഗടേദല മനഗടകംദേ മാനഗടേദം വൈഡാരഗദം മന്ദല്ലാനം ജൂഡമനാദം വൈഡാരഗദം മാനഗടേദി മന്ദമനാദല വൈഡഗനാദല മാനഗടംദേ വൈഡേരഗദേ ശ്രീമലഗംദം ചൂടമനാദല മനഗടകം തകരേതല വൈഡകനാദം മത്തേരഗതം ഒന്നല്ലാനെ ചൂടകനാദല വൈഡകനാദല മനഗടകം ദേ ദൂരേരഗതേ മാറത്താലേ തരമാരഗത ശഗദാരഗത വൈഡാരഗത മാനാദാലം മന്ദമനാദല വൈ ശക്തി ശക്തി വ്യക്തത ഉണ്ട് ശ്രീരാൻ വല്ലമയുണ്ട് ഉണ്ട് There is power, power of the Lamb. There is the Lamb. ഉണ്ട് ശക്തി യേശുവേ വ്യക്തത ക്രിസ്തുവിന്റെ കത്തിനാ ശക്തി യേശുവിന്റെ രക്തം ചൂടമാന ചൂടാരേതോ ഉരികൾ കാന ഉരിവല പൗര ഉരിവൽ പൗര ചൂടമനഗത ചൂടമാന ചൂടകനാദല മനഗടനന്ദ ആരഗനാദല മാനാരഗത ശഗദല ഗംദല പൗരാരഗദം ദാനമനാദ താര ചൂടമാനോ ദരയാരഗത ശഗദല ഗംദേ മാനാദേരം ഒന്നല്ലാന ചൂടാരഗദേ ശഗദല ഗംദേ മാനാരഗത ധീരമാനം ഒന്നല്ലൗടെ ചൂടാരഗദേ ശഗദല ഗംദേ മാനാരഗത ഒന്നലകാരം ആദഗരേദല വൈഡാരഗത ശഗദലാനെ ഒന്നമനാദേ ചൂടമനന്ദോ ഒന്നമനാദല വൈഡഗനാദല മനഗട ഗംദേ മാനാരഗത ശഗദല ഗംദം മാദഗരേദം ജീസസ് 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 Jesus Talo Rigantano Sudantano Vaidamana Rivertana Vaidantana Rigantana Nirase Vaidamana Aitalmana Sudantano Vaidamanando Rigantano Rigantana Rigantana Deva Shakti Deva Shakti Deva Shakti Deva Shakti Deva Shakti Hallelujah Hallelujah Mandalana Judaya Ragada Shagada Ragada Manadalam Mandaganade Vide Ragade Manadelam Mande Ragadam Chigalagam de Managadade Attagade Vida Ragade Chigalagam de Mana Ragada Ragada Manam Mandaganadala Vidaganadala Managadagam de Dura Ragade Shagadalane Attagade Managadagam Mandalanam Judamanadam Vida Ragade Shagadalane Mandalanam Mandalanam Judamanagam de Mana Ragada Shagadalagam de Managadam Attagade Managadagam de Mana Ragada Chigal Andaludam Judamanadala Managadagam Tagare Dela Vida Ragada Shagada Ragada Andala Mana Ragada
ragada shagada ragada manadalam andallane judiya ragade shagade ragade mana ragada ligaragam de managarede attagade dala vaidaganadala managadagam de dura ragadam andallane jude ragade shagade ragade manadalam vaidaragadam araganadala managadagam de dure ragade shagadallane andallanam judamanaadala managadagam de dura ragada shagada ragada vaidaragadam araganadala managadagam de vaidaragadade shagadallane ardagarette maadagarette vaidaragadade jude mane andallane andallane jude ragadam samadaragadam maadagadala vaidaganadala managadagam de arattare daraya ragada shagada ragada manadalam vaidaragadam maadagaredi judamanade andallane duriya ragada shagada ragada vaidaragadam maadagadala vaidaganadam andallane judaya ragada shagadallana maadagadala vaidaganadala managadagam de arattare daraya ragada shagada ragada manadalam vaidaragadam andalmane judamanagam de vaide ragade veeramanade vaidattale artamanadala manaya ragada shagadalagam de mane ragade daram mane andalagaram jadamanagam dam vaidaganadala managadagam dam attallanam jadamaragada shagada ragada vaidaragadam adalagam dagaredala vaida manaya ragada shagada ragada manam andalagaram jadamanagam de vaide ragada shagadallana mutta ragada vaidaragadam andalamanam jadamanagam dagaredala vaidaragadam artamanadala managadagam de vaide ragada shagadalagam dam adallanam madagaredala vaidaragadam taramanattala madagaredala vaidaragadam andalamaram managadagam dam madagaredi attallanam judamanagam de mare ragade shagadallanam mantagaredam attallanam judamanagam dagaredala vaidaragadam shagada manaya mantaragadam andalamaram വാഗ്ദത്തങ്ങളുടെ കെട്ട് പൊട്ടട്ടെ ഇന്ന് പകൽ വാഗ്ദത്തങ്ങളുടെ കെട്ടുകൾ പൊട്ടട്ടെ ഇന്ന് പകൽ വാഗ്ദത്തങ്ങളുടെ കെട്ടുകൾ ഇന്ന് പകൽക്കാലം പൊട്ടട്ടെ വാഗ്ദത്തങ്ങളുടെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പൊട്ടട്ടെ സഭയ്ക്കെതിരെയുള്ള വാഗ്ദത്തങ്ങളുടെ കെട്ടുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ അത്തലമാന ജഡമാരഗത രീഗലകം ദേ മാതകരേതി അർത്തകരാതല വൈഡകനാതല മനഗടകം ദേ ദൂരാരഗത ഷഗതലകം ദം അർത്തകരേതല വൈഡാരഗത ഷഗതാരഗത മാനാദാലം അന്തകരേതല മാനഗരന്തല വൈഡാരഗത തീരമനത്തല മച്ചകരേതി andallane judiyaragada shigalagamde manaragadam artagarede managaredhe vaidaragadha dharamanam andagaredala madagaredala vaidaganadala managadagamde manaragadam artagaredala vaidaragadha shagadalagamde manaragadam artamanadala managadagamde duraragade shagaderagade madallane judiyaragada manadalam artagaredam andallane juderagade manattale andallanam judaragadha shagadaragada manadalam andaganeedi artagaredala vaidaganadala managadagam duraragadam andallane juderagade shigalagamde madagaredam artagaradala vaidaragada manadalam vaidaganadam andallane juderagade shagaderagade manadalam andallane juderagadam madaragadam managaredam artagaredam ഹല്ലേലൂയ. കർത്താവേ, ദൈവിക വാഗ്ദത്തങ്ങളുടെ ആകത്തുക ദൈവസഭയിൽ സംഭവിക്കേണ്ടതിന് അതിനെതിരെ നിൽക്കുന്ന ശക്തികളെ സഭയായി ഞങ്ങൾ ബന്ധിച്ച് ശാസിക്കുന്നു. ദൂതന്മാരുടെ ക്രിയാന്തരണത്തിൽ പരിശുദ്ധാത്മാവേ അങ്ങത് ചെയ്തെടുക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ അലട്ടുന്ന ബന്ധങ്ങളെ തകർത്ത ദുർവ്യാപാര ശക്തിയെ യേശുവിൻ നാമത്തിൽ ബന്ധിക്കപ്പെട്ടു മാറ്. സാമ്പത്തിക തകർച്ചകളും ജോലിയുടെ ഇല്ലായ്മയും ബിസിനസ്സുകളുടെ പരാജയവും കടഭാരങ്ങളുമായി സാമ്പത്തിക മണ്ഡലത്തിൽ എതിർത്ത വ്യാപാരമേ ശൂന്യമായി മാറ്.
5 കിലോമീറ്റർ ചുറ്റളവിൽ റോഡുകൾ വരെ ആത്മശക്തിയിൽ നിയന്ത്രിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അശുദ്ധ രോഗങ്ങൾ, വാതരോഗങ്ങൾ, അസ്ഥിരോഗങ്ങൾ, നരമ്പ് രോഗങ്ങൾ, ഡെങ്കി, മാരകവും അശുദ്ധവുമായ തീരാവ്യാധികൾ യേശുവിൻ നാമത്തിൽ സഭയുടെ പരിധിയിൽ നിന്ന് വിട്ടുമാറ്. അപകട ശക്തികൾ, പിന്മാറ്റ വ്യാപാരങ്ങൾ, അയോഗ്യ ബന്ധങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോ. അങ്ങനെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, അങ്ങനെ ജനം വാഴ്ത്തപ്പെടട്ടെ. കൂട്ടം കൂട്ടമായി ദേശം യേശുവിന് വേണ്ടി വേർതിരിയാം, 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 വേർതിരിയാം. കർത്താവേ, തിരുനാമ മഹത്വത്തിനായി ചെയ്താൽ ഞങ്ങൾക്ക് തന്ന സമയത്തിനായി, സാഹചര്യങ്ങൾക്കായി നന്ദി കർത്താവേ, നന്ദി. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദയവായി എല്ലാവരും ഇരുന്നാൽ.